20-ാം നൂറ്റാണ്ട് മുതൽ ഭാരതം ലോകമധ്യത്തിലെ ആരാമമാകുമെന്നും ഒരു കാലത്ത് ലോകത്തിന്റെ ഗുരുസ്ഥാനമുണ്ടായിരുന്ന ഭാരതത്തിന് അതിന്റെ പഴയകാല മഹത്വം തിരിച്ചു കിട്ടുമെന്നും 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോസ്ട്രഡാമസ് എന്ന പ്രവാചകൻ പ്രവചിച്ചിരുന്നു. പ്രവചനത്തെ സാധൂകരിച്ചുകൊണ്ട് ഇവിടെ ഒരു പുതിയ തലമുറ പിറക്കുന്നു. ആ സൽസന്താനങ്ങളുടെ പരമ്പരയിലൂടെ ബ്രഹ്മഹിതം നിറവേറുമെന്ന് ബ്രഹ്മശ്രീ കരുണാകര ഗുരു ലോകത്തെ അറിയിക്കുന്നു. ആ പ്രപഞ്ച ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ മനസ്സാ വാചാ കർമ്മണ ഞങ്ങൾ ഈ ചലച്ചിത്രം സമർപ്പിക്കുന്നു. अज्ञानतिमिरान्तस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः.
ഇല്ല സാർ, മരിച്ചവരുടെ കണക്കെടുത്തിട്ടില്ല. നായപിടുത്തക്കാർ കൊന്നു കൂട്ടിയിടും പോലെ കുറെ കൂമ്പാരങ്ങളുണ്ട് ഇവിടെ. മരിച്ചവരിൽ എത്ര ഹിന്ദു ഉണ്ടെന്നോ എത്ര മുസ്ലിം ഉണ്ടെന്നോ അറിയണമെങ്കിൽ കുത്തിയിരുന്ന് ചകയേണ്ടി വരും സാർ. കണ്ണു കാണാത്ത മക്കളെ, ഈ ലോകമെല്ലാം ഇരുട്ടിലാണ് മക്കളെ. കണ്ണു കാണാത്ത മക്കളെ. മരിച്ചവരുടെയും വീടുകൾ നഷ്ടപ്പെട്ടവരുടെയും കൃത്യമായ കണക്കുകൾ റിലീസ് ചെയ്യരുത്. അത് ഇരുഭാഗത്തും കൂടുതൽ വികാരങ്ങൾ ആളിക്കത്തിക്കാൻ കാരണമായി തീരും. സർ, നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിന്റെ ടോട്ടൽ ഫെയിലുവർ ആയിട്ടാണ് പത്രങ്ങൾ ചിത്രീകരിക്കുന്നത്. കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചില പത്രക്കാരെ നമുക്ക് അവഗണിക്കാം. ബട്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ ഡീലിംഗ് വിത്ത് ദ സിറ്റുവേഷൻ. ആർമിയുടെ ഫ്ലാഗ് മാർച്ചിന് ശേഷം സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ആളിക്കത്തുന്നുമുള്ള ശാന്തതയായി അത് മാറരുത്. ആർമിയും പോലീസുമായി ക്ലോസ് ഇന്ററാക്ഷൻ വേണം. കലാപത്തിന്റെ തുടക്കം വള്ളിക്കോട് ഗ്രാമത്തിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പല്ലേ? അതെ സാർ. ഒരു പോലീസ് സ്റ്റേഷൻ പോലും ആവശ്യമില്ലാത്ത വിധം മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ആ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കാട്ടുതീ പടർന്നത് അത്ഭുതമായി അവശേഷിക്കുന്നു. പിന്നൊരു കാര്യം കൂടി, ദേവന്റെ തേര് വലിച്ച് ചുറ്റുമതിൽ കടത്തുന്ന കാര്യം ഇക്കൊല്ലവും നിങ്ങളെല്ലാരും കൂടി നടത്തി തരണം. അമ്പലക്കാരുമെന്നും പള്ളിക്കാരുമെന്നുള്ള വേർതിരിവ് ഇവിടെ ഇതുവരെ ഇല്ലല്ലോ. പാറയപ്പള്ളിയിലെ പെരുന്നാളും ഞങ്ങളുടെ ചന്ദനക്കുടവും പെരുന്തർക്കോവിലപ്പന്റെ ഉത്സവവും നമുക്ക് ഒരുപോലല്ലേ? ഇന്നലെ പള്ളി കമ്മിറ്റിയിൽ ഇത് തന്നെയായിരുന്നു ചർച്ച. പതിവ് പോലെ വിളക്കിനുള്ള എണ്ണ പള്ളിയുടെ വക. മാഷേ, തീരുമാനിക്കാൻ വരട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖനാണെന്നല്ലേ തെളിഞ്ഞത്? അതിന് അല്ല, ഉത്സവത്തിന് അന്യജാതിക്കാരുടെ തീണ്ടലും തൊടിയിലും കൊണ്ട് ആയിക്കൂടെ? അത് പ്രശ്നത്തിൽ അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. വെറുതെ എന്തിനാ ഇല്ലാത്ത വ്യാഖ്യാനം? അതല്ല, ഇക്കൊല്ല പതിവൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? വാർക്ക് എന്തിനും സന്ദേഹ. കാലാകാലങ്ങളായിട്ടുള്ള ആചാരവും സമ്പ്രദായങ്ങളും ഒക്കെ പെട്ടെന്നങ്ങ് മാറ്റാൻ പറ്റുമോ? എന്നാ പിന്നെ എനിക്കൊന്നും പറയാനില്ല. വെടിക്കെട്ട് ഇക്കുറി 1,00,000-ന്റേതാണെന്നാ വേമ്പനാണ് സാറ് പറയുന്നേ. വേമ്പനാണ് സാറിന് രാഷ്ട്രീയം വേറെ, ദൈവകാര്യങ്ങൾ വേറെ. ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്കൊരു വാക്ക്. നന്ദി. ഇവിടെ മതങ്ങളില്ല മാഷേ, മനുഷ്യരേ ഉള്ളൂ. നാളെ കാലത്തൊരർച്ചന. അറിയാം. രഘുരാമൻ, അത്ത നക്ഷത്രം. Mr. Raguraman, is it the famous local wine? No. This is not the local wine. This is the great Indian Scotch. Vatucharayam. ഇവന്മാർക്ക് ഇതൊന്നും മനസ്സിലാതെ വന്നിരിക്കല്ലേ അടിച്ച് പൂക്കുറ്റിയാൻ. Thank you. Saipe, have you heard about Somarasam? Amrita. Amrut of the Vedas? Yes. This is made from the great Somarasam. Amrita. എന്നും 16 വയസ്സായ ഞങ്ങളുടെ ദേവി ദേവന്മാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം സ്കോച്ചാണ് സായിപ്പേ. നല്ല തൊപ്പി. ഇവന്മാരുടെ ഓരോ സംശയം. Even our great god and goddesses used to drink this. Oh, that's great. This is really God's own country. Yes. തന്നെ God's own country. നീയൊക്കെ കൂടെ കുട്ടിച്ചോറാക്കിയ ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെടി. എന്റെ മകനാ, എന്നാലും പറയുക, അവൻ നേരെ ആയില്ല കുട്ടിയെ. പോത്തു മുടക്കിയില്ലേ, പൂണൂല് പൊട്ടിച്ച് പുഴയിൽ എറിഞ്ഞില്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് രാമേട്ടന് വേണ്ടി. ഒക്കെ വെറുതെ. ബ്രാഹ്മണ്യം സിദ്ധിയാ. അതിന്റെ വൃത്തിയും ശുദ്ധിയും കളഞ്ഞു കുളിച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. രാമേട്ടന്റെ സ്വഭാവം മാറും. ഇല്ല കുട്ടിയെ, ഓർക്കുമ്പോ സങ്കടമുണ്ട്. നീ പിറന്നപ്പോ അവന് നിന്നെ പറഞ്ഞു വെച്ചതാ. പക്ഷെ അവൻ അതിനുള്ള യോഗം ഉണ്ടോന്ന് എനിക്ക് സംശയ. പറയാതെ എന്താ ചെയ്യുക? നോമ്പ് നോറ്റുണ്ടായതാ. പക്ഷെ ഇപ്പൊ തോന്നണു കുലം മുടിക്കാനാണ് അവൻ കുരുത്തതെന്ന്. രാമേട്ടനെ ശപിക്കരുത്. ശാപമല്ല, വേദനയുണ്ട്. ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ. Okay, Raguraman. We'll see tomorrow. How was the drink? Oh, it was good. നാളെ ഇന്ത്യൻ കൾച്ചർ കാച്ചി കുറുകയെല്ലാം വായിൽ വെച്ചാ. ഓക്കെ.
May I have that? This is for me. Oh, okay. But side ku odiki veetti poi. Bye bye. Okay, Ammaji. Okay, bye. Bye bye. കണ്ണിന്റെ കൃഷ്ണമണി, എല്ലാവർക്കും പ്രിയങ്കരനായ നേതാവ് വേമ്പനാടൻ 10,000ങ്ങളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരും. ജബ്ബാറെ, ഇപ്പൊ കാണുന്നേ കണ്ടോ? കണ്ണിലെ കൃഷ്ണമണിയാ. ജയിച്ചാ പിന്നെ കാണാൻ കിട്ടൂല. എന്താ ഇത്ര ധൃതി? നാടിന്റെ പൊന്നോമന പുത്ര, ഞാനും ഈ രാജ്യത്തെ സമ്മതിദാന അവകാശമുള്ള ഒരു പൗരനല്ലേ. പക്ഷെ എന്റെ വോട്ട് ആർക്കും കൊടുക്കൂല. വിലയില്ലാത്തവന്മാർ വോട്ടിനും വില വേണ്ട. എന്റെ വീട്ടിലെ തുരുമ്പൊടിച്ച പെട്ടിയില് ഒരു ചെതലടിച്ച കടലാസ് കിടപ്പുണ്ട്. MA പൊളിറ്റിക്സ് ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്. ഐ ബിലീവ് ഇൻ മൈ റെവല്യൂഷൻ. ഈ നാട് നന്നാക്കാനുള്ള വിപ്ലവം. അതൊന്നും ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നാട് മുടിക്കുന്ന നിന്നെയൊക്കെ പബ്ലിക്കായി തുണി അഴിച്ചിട്ട് തെരണ്ടിവാൽ കൊണ്ടടിച്ച് ചാണക വെള്ളം തളിക്കുന്ന വിപ്ലവം. രഘുരാമന്റെ വിപ്ലവം. അതിനുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ സ്ഥാനാർത്ഥിയാവും. ഞാനും കൃഷ്ണനുണ്ണിയാകും. കണ്ണിന്റെ ഉണ്ണി, കണ്ണിലെ കൃഷ്ണമണിയാവണ. പോടാ പോടാ. മടുത്തു. കോവിലിലും കുളക്കടവിലും വരെ രഘുരാമന്റെ ആഭാസ രാമായണം നാട്ടുകാർ കെട്ടഴിച്ച് വായിക്കുക. പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കണു. ഞാൻ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട. ഈ അശ്രീകരൻ കുലം മുടിക്കും ഭാനു. എനിക്ക് ഇവനെ ശപിച്ച് ശരിയാക്കാനുള്ള കോപം ഉണ്ടെന്ന് കുട്ടികളോ. പിന്നെ എന്തിനാ മടിക്കണേ? ശപിച്ചോളൂ. കുലം മുടിക്കാൻ പറഞ്ഞ തണ്ടിയല്ലേ. ഒരിക്കലും മോശം കിട്ടാതിരിക്കാൻ. രഘുരാമ, അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയാ? പിന്നെ എങ്ങനെ പറയണം? എങ്ങനെ പറയണം? ചൊല്ലാൻ ഞാൻ മന്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നാവിന് അരം വെച്ച് പോയി. അതാരുടെ കുറ്റം? ഇല്ലത്ത് പറഞ്ഞതുകൊണ്ടായില്ല. ബ്രാഹ്മണനായി ജീവിക്കണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എങ്കിലേ പുണ്യം കിട്ടും. പുണ്യം 3 നേരം ഭഗവാനെ കഴുകി തുടച്ചിട്ട് അച്ഛൻ എന്ത് പുണ്യ കിട്ടിയ? അഴുക്ക് പിടിച്ച് തിടം വെച്ച വെറും ഒരു പൂണൂൽ ചരടും അരവയറിന് തികയാത്ത ഉണക്കലയുടെ പടച്ചോറുമല്ലേ ഇത്രയും കാലത്ത് മിച്ചം. രഘുരാമ, അഗ്നിമേലെ പുരോഹിതത്തിൽ ഞാൻ എന്നെ തളച്ചിട്ടില്ല. അതുകൊണ്ട് നാട് കാണാൻ വരുന്ന വിദേശികളോട് എടുത്താൽ പൊങ്ങാത്ത നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് പൊട്ടൻ ഇംഗ്ലീഷ് അടിച്ച് ഞാൻ എന്റെ വഴി നോക്കുന്നു. അത് ബ്രാഹ്മണ്യത്തിന്റെ വഴിയല്ല. ബ്രാഹ്മണ്യം കടിച്ചാ പൊട്ടാത്ത ആ വാക്ക് പറഞ്ഞ് തലമുറകളെ നമ്മൾ കബളിപ്പിച്ചില്ലേ? അതിന്റെ ഫലമാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒന്നല്ല, 1000 ഉണ്ട് നമ്മുടെ ഇല്ലങ്ങളിൽ. എനിക്ക് ബ്രാഹ്മണനാകണ്ട, എനിക്ക് മനുഷ്യനായ മതി. നന്നാവില്ല ഭാനു, അവൻ നന്നാവില്ല. അങ്ങനെ പറയരുത്. അവൻ മാറും. ഇങ്ങോട്ട് വരാൻ. സാഹിബേ, ഞാൻ ചുമ്മാ. വേണ്ട, ഒളിക്കണ്ട, എല്ലാം ഞാൻ കണ്ടു. ഞാൻ ചുമ്മാ അവിടെ ഇരിക്കായിരുന്നു. വിശദീകരണം ഒന്നും വേണ്ട. ആറാം പറപ്പ് എന്താ എന്റെ പാവം? ഇയാരാ? ടിപ്പു സുൽത്താനാ? ഞാൻ സുൽത്താനൊന്നുമല്ല. കളിയാക്കല്ലേ? കള്ളവാറ്റ് നടത്തി കണ്ട മതാമണി സാഹിബിനും തോളെ കൈ നടക്കുന്ന അത്ര വലിയ മാന്യതയൊന്നുമല്ല. എടാ, ഒന്നുമില്ലെങ്കിലും ഈ ഒരു ബ്രാഹ്മണനല്ലടാ. സാഹിബ് ഇപ്പൊ വന്ന എന്റെ ജാതി ഓർമ്മിപ്പിക്കാനാ? എടാ മോനെ, ആ ശാസ്ത്രികൾ എന്തുമാത്രം വേദനയ്ക്കുണ്ടോ നിനക്കറിയോ? രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വലിയ വേദന ഒന്നും കണ്ടില്ല. ചുമ്മാ ഇരിക്കുന്ന കണ്ട. അല്ലെങ്കിൽ നിനക്കല്ല തമാശയാണല്ലോ. നീ ആ വേമ്പനാണ്ട് മെക്കെട്ട് അയാൾ ഒരു നാറിയാന്നേ. നീ എന്തിനാ അയാളെ മണപ്പിക്കാൻ പോന്നേ? ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല മോനെ. ഈ മരിച്ചുപോയ എന്റെ മോൻ മെഹറിന്റെ കൂട്ടുകാരൻ മാത്രമല്ല, ഓൻ പോയ അന്ന് മുതൽ എന്റെ മൂത്ത മോനാ. എടാ, ഈ ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ തെണ്ടി നടക്കുന്ന ബാപ്പയ്ക്ക് സങ്കടമാണ്. ആ ശാസ്ത്രികൾ ഒരുപാട് തീ തിന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ആ സീതാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു മിന്നു കെട്ടണം. എല്ലാത്തിനും ഒരു മാറ്റം വരും. കെട്ടാൻ പാപ്പ അവർക്ക് അങ്ങനെ വഴിക്ക് വാടാ. നീ ഇത് വെച്ച് താമസിപ്പിക്കേണ്ട മാഷേ. നാളെ നോക്കി അങ്ങ് നടത്തണം. ശാസ്ത്രിക്കും അതാ ആഗ്രഹം. കൊച്ചിലെ പറഞ്ഞ് ഉറപ്പിച്ചല്ലേ? എനിക്കും ആഗ്രഹമില്ലായിട്ടാണോ? പക്ഷേ ഇപ്പോഴവന്റെ പോക്ക് കാണുമ്പോൾ എന്റെ മോൾക്ക് കണ്ണീര് തോറുന്നൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊരു തോന്നല്. ആ ഒന്നും അല്ല, അവനെ നേരെയാക്കാൻ അവൾക്ക് കഴിയും. ഇനി നിങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് ഉറപ്പിക്കാം. ആ വന്നല്ലോ. നീ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കാനൊന്നും പറ്റൂല കേട്ടോ. അതിന്റെ പാപ്പ അന്നെ പിടിച്ചൊരു വീടിനേക്കാൻ പോവണേ. ആരോ പാപ്പ? സീതക്കുട്ടിയുടെ പുതിയ പിള്ള രഘുവേട്ടനാ? പിന്നെ അല്ലാണ്ടാര്?
പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ അഴകിനു വരനായി അവനുടൻ അണയും പുലരികളിനിയും പുതുമകൾ പറയും ഈ സീതയ്ക്കും പ്രിയമരുളിയ മിന്നാരം മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ അഴകിനു വരനായി അവനുടൻ അണയും പുലരികളിനിയും പുതുമകൾ പറയും ഈ സീതയ്ക്കും പ്രിയമരുളിയ മിന്നാരം മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ വനലതകൾ തിരിയുളിയും സീമന്തം ചൂടുന്നു സൂര്യകുങ്കുമം ഉദയം നിറ പറയാ പുലരുളിയിൽ തേന്മാവിൽ കൂടു തേടും പഞ്ചവർണ്ണങ്ങൾ ഊഞ്ഞാലിൽ പാടിയാടും കുഞ്ഞു നാണങ്ങൾ ബ്രഹ്മം തഴുകിയ ബന്ധങ്ങൾ കണ്ണിൽ കലയുടെ ചന്തങ്ങൾ ഇത് പുണ്യാഹ പൂമാരിക്കാലം മിന്നാരം മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ അഴകിനു വരനായി അവനുടൻ അണയും പുലരികളിനിയും പുതുമകൾ പറയും ഈ സീതയ്ക്കും പ്രിയമരുളിയ മിന്നാരം മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ ഒന്ന് വേഗമാട്ടെ പുറത്ത് കുട്ടികൾ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായിരുന്നോ മോളെ ഇവനെ ശ്രദ്ധിച്ചോണേ പാടത്തോടെ പോകുമ്പോ വെള്ളത്തിൽ കളിക്കാൻ നിൽക്കണ്ട ഉമ്മുമ്മ ഇവൻ ഇന്നലെ താമരക്കുളത്തിൽ നിന്ന് മൊട്ട് പറിച്ചു നമുക്ക് എന്റെ ബാപ്പ പേർഷ്യ വരുമ്പോ പറഞ്ഞിട്ട് ഇന്റെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലേ ആ ഇനി സ്കൂളിൽ പോകുമ്പോ വെള്ളത്തിൽ ഇറങ്ങിയെന്ന് അറിയാമെങ്കിൽ എന്റെ മൂക്ക് ഞാൻ ചെത്തും ഇത് കണ്ട ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഈ കിന്നരു തൊപ്പി വെച്ച് നോക്കട്ടെ ആ ഹായ് ഇപ്പൊ ഉപ്പൂപ്പാന്റെ പുന്നാരമോനെ കണ്ടാല് ഒരു സുൽത്താന്റെ ശേല് അല്ലേ മൊറ ആ മോളു നല്ല പൂവ്
നോക്ക് നോക്കിക്കോ. ഞാൻ പോവാ, നീ ഉണ്ണിയുടെ കളിച്ചോണ്ടിരുന്നോ. ഞാനും വരുന്നു. വാ. എന്തൊരു മിനുക്കാ നിന്റെ ടോപ്പിക്ക്. പുതിയതാ? ആ, എന്റെ ഉപ്പ തന്നതാ. എന്നാ നീ വേണേ വെച്ചോ, സ്കൂളിൽ ചെന്നിട്ട് തന്നാ മതി. ദൈവമേ, എനിക്കും അജ്മലിൽ ഒന്ന് റോസിക്കുട്ടി ടീച്ചറിന് തല്ല കിട്ടല്ലേ. പോവാ. ഇവിടെ ഇപ്പം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഒന്നാ. ഇതിപ്പോ ഒരു ചെറിയ കാര്യമല്ലേ? വളർത്തി വലുതാക്കിയാ പിന്നെ പിടിച്ചാൽ കിട്ടൂല. നിങ്ങളത് പറയും. സ്വന്തം സമുദായത്തിൽപ്പെട്ട കുട്ടിയല്ലേ ക്ഷേത്രാശുദ്ധമാക്കിയത്. ഒരു കൊച്ചു കുട്ടി ചെയ്ത തെറ്റ് വലിയൊരു തെറ്റാവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. കഴിഞ്ഞ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖനായപ്പോഴേ ദുശകനം കണ്ടു തുടങ്ങിയതാ. അന്ന് എന്റെ വാക്ക് ആരും കേട്ടില്ല. വാര്യർ സാറേ, പെരുന്തൃക്കോവിലപ്പന്റെ തിരുനാൾ ഉത്സവത്തിന് വിളക്കിലൊഴിക്കാൻ ക്രിസ്ത്യാനികളുടെ വഴിപാട് എണ്ണ വേണം. തേര് വലിച്ച് ചുറ്റമ്പല മതിൽക്കെട്ട് കടത്താൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേണം. അതിനൊന്നും ദൈവം കോപിക്കാറില്ലല്ലോ. അത് കാലാകാലങ്ങളായുള്ള പാരമ്പര്യം. തൊപ്പി വെച്ച് ഏതോ കുട്ടി അമ്പലത്തിൽ വന്ന് തൊഴുതുന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ല. നീ എന്താ ഈ പറയണേ? വൃത്തിയും ശുദ്ധിയും ഒന്നും ഇല്ലാതെയും അമ്പലത്തിൽ കയറാതെയും നടക്കുന്ന രഘുരാമൻ ഇവിടെ എന്താ കാര്യം? കാര്യമുണ്ട്. കനലെടുത്ത് കൈവെള്ളെ വെച്ച ഒരാക്കെ പൊള്ളൂ. അത് ഊതിപ്പെരിക്കാൻ കാട്ടു ചെയ്യാവും. ഇതേതോ കുട്ടികളുടെ കുസൃതിയാണ്. വേണ്ട. അറിവുള്ള അറിവുള്ള നിങ്ങള് അത് വെച്ച് കളിക്കരുത്. അതെ, അതെന്നെയാ എനിക്കും പറയാനുള്ളത്. രഘു പറഞ്ഞതാ ശരി. കുട്ടികളുടെ കുസൃതി കണ്ടില്ലാന്ന് നടിക്കുന്നതാ വിവേകം. അതല്ലല്ലോ, ദേവപ്രശ്നം നടക്കട്ടെ, പിന്നെ തീരുമാനിക്കാം. ഈ ദേവപ്രശ്നം തൃക്കോവിൽ അപ്പന് വേണ്ടിയാണോ അതോ വാര്യർ സാറിന് വേണ്ടിയാണോ? ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു. ഇനി ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് മനസ്സോട് വെട്ടിമുറിക്കണ്ട. വീണത് തുർപ്പാടാ. ഇവിടെ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണെന്ന് മറക്കരുത്. അവര് നമ്മുടെ പാർട്ടിയുമായി അല്പം ഇടഞ്ഞാ നിൽപ്പ്. അവരുടെ വോട്ട്, അതായത് ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പാക്കിയാലേ നമുക്ക് ഇക്കുറി ജയിക്കാൻ ഒക്കൂ. ഈ തൊപ്പി പ്രശ്നം വെച്ച് നമുക്കൊരു കളി കളിക്കണം. തൊപ്പി എങ്കിൽ തൊപ്പി. അതൊക്കെ പഞ്ചായത്തായെന്നാ ഞങ്ങൾ കേട്ടത്. എടാ മണ്ട ശിരോമണികളെ, മൂളയുണ്ടെങ്കിൽ ഈ ഒരൊറ്റ തൊപ്പി പ്രശ്നം മതി ഇക്കുറി നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ. എടാ ഫിലിപ്പോസേ, വേണ്ടത് ചെയ്യടാ. സാഹിബേ, അബ്ദുള്ള സാഹിബേ, ഇങ്ങോട്ട് ഇറങ്ങി വരണം. എന്താ മോനെ? എന്റെ അച്ഛനെ നിങ്ങളുടെ ആൾക്കാർ തല്ലി ചതച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് എന്താ ചത്തില്ല? നിങ്ങളുടെ ആൾക്കാരുടെ അരപ്പട്ടെ മാത്രമല്ല മനസ്സിലും കത്തിയുള്ളത് ഇപ്പോഴാ മനസ്സിലായത്. പടച്ചോന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് കേക്ക്. നമ്മുടെ സമുദായക്കാരെ ചെയ്യൂല മോനെ. പിന്നെ ആരാ അത് ചെയ്ത്? അതെനിക്കറിയില്ല. തൊപ്പിയിട്ട് 4-5 പേര് ചേർന്നാ തല്ലിയത്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തൊപ്പിയിടാറില്ല. പിന്നെ ആരാ? അച്ഛനെ തല്ലിയാല് രഘുരാമന്റെ ചോരയും തിളയ്ക്കും. തിരിച്ച് തല്ല അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാനത് ചെയ്ത് അവിടെ ചോര പുഴ ഒഴുകും. അയ്യോ മോനെ, വേണ്ട. ഇല്ല സാഹിബേ, അതിന്റെ ആദ്യത്തെ തുള്ളി ചോര രഘുരാമനായിട്ട് വീഴ്ത്തില്ല. അത് ഉറപ്പിക്കാം. അത് പറയാനായിട്ടാ വന്നത്. ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞു. അത് ആറുന്നതിന് മുമ്പ് ഊതി പെരുപ്പിക്കേ. ഭൂരിപക്ഷ സമുദായം നമ്മോടൊപ്പം നിൽക്കണം. Oh,
കണ്ണു കാണാത്ത മക്കളെ കാണുവിൻ. ചോരമൂന്നുന്ന ദൈവം പറക്കുന്നു. ചോരമൂന്നുന്ന ദൈവം പറക്കുന്നു. ദുഷ്ടദേവത കുഞ്ഞുങ്ങളാണിത്. പണ്ട് നാം തന്നെ ചോര കൊടുത്തതാ. ദൈവമാണെന്ന് തുള്ളിക്കളിച്ചതാ. സാഹിബേ, ഈ തീ പടരാത്ത നാടുകൾ ഇനിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. പുറപ്പെടാൻ തുടങ്ങുക. നേരം വിളിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമായിട്ട് എവിടെയും സ്ഥലത്തെത്തണം. വർഗവിദ്വേഷത്തിന്റെ പകയും ഉള്ളിലടക്കി വെച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ന് ലോകം മുഴുവൻ. അതിനെ ഊതിപ്പെരുക്കി താൽക്കാലിക ലാഭത്തിന് ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരെ ഏത് കാറ്റഗറിയിലാണ് സാർ പെടുത്തേണ്ടത്? നാട് നന്നാക്കാനെന്ന് പറഞ്ഞിറങ്ങുന്നവരുടെ മേലുള്ള ജനങ്ങളുടെ ധാരണയും വിശ്വാസവുമാണ് സാർ ആദ്യം തിരുത്തപ്പെടേണ്ടത്. നിങ്ങളുടെ ആത്മരോക്ഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് ടാസ്ക് അതല്ല. കലാപം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന തടഞ്ഞേ പറ്റൂ. വി ഷുഡ് നോട്ട് അലൗ എനി ലാപ്സ് ഇൻ സെക്യൂരിറ്റി. മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിച്ചു പോയല്ലോ സാഹിബേ. എന്താ ഒരു വഴി? ലോകം മുഴുവൻ ഇരുട്ടിലാ ശാസ്ത്രികളെ. പടച്ചോന്റെ വെളിച്ചം ലവലേശമില്ല. എല്ലാം കുരുടന്മാരാണ്. അകക്കണ്ണടഞ്ഞ കുരുടന്മാർ. കുറച്ച് വെള്ളം കൊടുക്കൂ സാഹിബേ. അമ്മ ഞാൻ വെള്ളം കൊണ്ടു നോക്കാം. ആ ഒറ്റ കൊണ്ട് അമ്മ അമ്മ
പ്ലീസ് ലുക്ക്, ഈ ചിത്രത്തിലെ തോക്കിന്റെ മോഡൽ തന്നെയാണ് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബംഗാളിൽ വിദേശ വിമാനം കുടഞ്ഞിട്ടിട്ട് പോയ ആയുധങ്ങളിലും ഈ തോക്കുണ്ട്. യു നോ വാട്ട് ഐ മീൻ? നമ്മുടെ മണ്ണിൽ വർഗീയ കലാപം ഇളക്കിവിട്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വിദേശത്തുള്ളവർ കിണഞ്ഞു ശ്രമിക്കുന്നു. ഇറ്റ് സംതിങ് വെരി വെരി സീരിയസ്. വീണ്ടും കലാപകാരികൾ ഒരു മേജർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അലേർട്ട് ദ ഫോഴ്സസ്. സംശയം തോന്നുന്ന ആരെയും ഷൂട്ട് ചെയ്യാൻ ഓർഡർ ആക്കേണ്ടതില്ല. പാസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഗോട്ട് ഇറ്റ്? അമ്മമാരുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണെങ്കിൽ ഇതിന് നമ്മൾ പകരം കൊടുക്കേണ്ടത് നമ്മുടെ ജീവനും ചോരയുമാണ്. ഇത് നമ്മുടെ ശപഥമായിരിക്കണം, ചാവേർപ്പടയുടെ ശപഥം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുടെ കണക്കുകൾ വെച്ച് തന്നെ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇനി നിങ്ങൾ ചാവേർപ്പടയിലെ ധീരനായ മുന്നണി പോരാളികൾ ഒരുവൻ മാത്രം. മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവനാണ് നീ. ഇനി നിനക്കൊന്നിനോട് അനുകമ്പ വേണ്ട, വേണ്ടത് ധീരതയാണ്. പച്ച മാംസം കരിഞ്ഞ ഗന്ധമാണ് എന്റെ സിരകളിൽ. ഓർമ്മയിൽ ചോരക്കളങ്ങളും. പിച്ച വെച്ച കാലം മുതൽ ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊന്നിട്ടില്ല. എന്നിട്ടും കൊല്ലും ഞാൻ. എന്റെ ഉറ്റവരെ കൊന്നവരെ അരിഞ്ഞരിഞ്ഞ് ഞാൻ എന്റെ ശബ്ദം വിട്ടു.
പനച്ചിപ്പുറം മൈതാനം, അവന്മാരുടെ അഭയാർത്ഥി ക്യാമ്പ്. പകരം വീട്ടാൻ ഒരിക്കൽ ശ്രമിച്ചതാണ്. ഓപ്പറേഷൻ ഫെയിലിയർ ആയിരുന്നു. ഏറ്റുമുട്ടലിൽ നമുക്ക് നമ്മുടെ രാമേട്ടനെ നഷ്ടമായി. രഘുരാമൻ, നീ ഒറ്റയ്ക്ക് ട്രക്ക് ഓടിച്ച് ക്യാമ്പിനുള്ളിലേക്ക് കയറ്റണം. വഴിക്ക് പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ചോദിച്ചാൽ അഭയാർത്ഥികൾക്കുള്ള പഴംതുണിയും റൊട്ടിയുമാണെന്ന് പറയണം. കൂടുതൽ സംശയം തോന്നിയാൽ ഒന്നും നോക്കാനില്ല, അവന്മാരുടെ നെഞ്ചത്തൂടെ വണ്ടി ഓടിച്ച് കയറ്റണം. മൈതാനം മുഴുവൻ ചുട്ടുകരിക്കാനുള്ള RDX ട്രക്കിലുണ്ടാവും. നീ പരാജയപ്പെടരുത്. ഇത് നിന്റെ കർമ്മമാണ്. ചോരമൂന്തുന്ന ദൈവം പറക്കുന്നു. വെള്ളക്കൊടിയും കെട്ടിക്കൊണ്ട് കള്ളക്കടത്താനോടാ? എന്താണ് ഇതില് ചോദിച്ചു കേട്ടില്ലേ? താഴെ ഇറങ്ങണം. സാറേ താഴോട്ടിറങ്ങാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഞൊണ്ടിക്കാലിനാ. ഇതിനകത്ത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പഴംതുണിയും ബ്രെഡുവാ. പിന്നെ ഈ വെള്ളക്കൊടി കെട്ടിയിരിക്കുന്നത് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാ സാറേ. സാറിന് വേണമെങ്കിൽ നോക്കിയോ, പ്രവേശനം തുറന്നു കിടക്കാം. വീണ്ടും ആരെ കൊണ്ടുവന്നല്ലോ. ആ കേട്ടോ തുറന്നു കൊടുക്ക്. അയ്യോ ഡോക്ടർ എവിടെ? ഡോക്ടറെ ഒന്ന് വിളിക്കേ. കുറച്ച് വെള്ളം കൊണ്ടുവാ. പ്രയാർത്ഥികൾ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കൂടുതൽ വേണ്ടി. അതെ ആ ബെഞ്ച് തട്ട്. ആരാണെന്ന് അറിയില്ലല്ലോ. പിടിയും കിട്ടുന്നില്ലല്ലോ. എല്ലാവരും ഒന്ന് മാറി നിൽക്കും. ഒന്ന് മാറി നിൽക്കൂ. കാറ്റ് നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? പറയൂ. നിങ്ങളുടെ പേരെന്താണ്? പറയണം. അബ്ദുള്ള. കള്ളം. എന്താ ചേച്ചി ചിരിച്ചത്? ഒരു കള്ളം കേട്ടിട്ട്. ഞാനൊന്നും കേട്ടില്ലല്ലോ. സീതേ, ഇവിടെ എത്തിയത് നിന്റെ ഭാഗ്യം. ഇപ്പൊ നിന്നെയും കൂട്ടി നമ്മുടെ ആളുകൾ 19 പേരുണ്ടാവും. ഓടി വന്നത് ജാതിയും അതൊന്നും നോക്കാത്തൊരിടായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു. ശരണം
ഇതാ അവിടെ. ഒന്ന് വേഗം ആവട്ടെ പരമേശ്വര, ചായയുടെ നേരം കഴിയാറായല്ലോ. ഞാൻ രാമദാസ്. ഇവരെല്ലാം എന്നെ രാമേട്ടൻ എന്ന് വിളിക്കും. ഞാൻ രഘുരാമൻ. ബോധം തെളിഞ്ഞപ്പോ ചുറ്റും കണ്ടത് കുറെ തുപ്പിവെച്ച തലകളായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി പേര് മാറ്റി പറഞ്ഞു. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. രാമേട്ടൻ എന്നൊരാളാണ് ടീമിനെ നയിച്ചതെന്നും ഓപ്പറേഷൻ ഫെയിലിയറായി മരിച്ചുപോയി എന്നുമാണ് ആദ്യം കിട്ടിയ റിപ്പോർട്ട്. അതിനുശേഷമാണ് എന്നെ നിയോഗിച്ചത്. തൽക്കാലം ഞാനും തോറ്റുപോയി. പക്ഷെ നമ്മുടെ ലക്ഷ്യം വിജയം വരെയാണ്. രഘുരാമൻ വന്ന ദിവസം തന്നെയാണ് കേന്ദ്രം ഞങ്ങളുമായി ബന്ധപ്പെട്ടത്. ടാർജറ്റ് പൂർത്തിയാക്കാൻ നീക്കങ്ങൾ തുടരുകയാണ്. നാം കാത്തിരിക്കാൻ പറഞ്ഞിരിക്കും. അറിയിപ്പുണ്ടാകുന്നവരെ ഇവിടം നമുക്ക് സുരക്ഷിതമായൊരു ഇടത്താവളം മാത്രം. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ ആശ്രമവും ഇവിടുത്തെ രീതികളും. ഇങ്ങനൊരു സാഹചര്യത്തിൽ അഹിന്ദുക്കൾക്ക് അഭയം കൊടുക്കുന്ന ഇവരുടെ നയം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഏതായാലും തൽക്കാലം ഇത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. ഉമ, ഗുരുവാണി വായിക്കൂ. നാടിന്റെ ഉദ്ധാരണം വീടിന്റെ ഉദ്ധാരണം വഴി നടക്കണം. എങ്ങനെയാണ് വീടിനെ ഉദ്ധരിക്കുന്നത്? കുറെ പണം കിട്ടാനുള്ള വഴികൊണ്ട് മാത്രം വീട് ഉദ്ധരിക്കപ്പെടുമോ? വീടിന്റെ ഉദ്ധാരണം നടക്കണമെങ്കിൽ ആദ്യ ഗുരുവായ അമ്മ എന്ന സ്ത്രീ നന്നാകണം, അറിവുള്ളവളാകണം. ഒരു സ്ത്രീയെങ്കിലും വിവേകത്തിലേക്ക് നയിച്ചാൽ ഒരു വീട് നന്നാകും, അവളുടെ അടുത്ത തലമുറ നന്നാകും. ഇത് ഈശ്വരാർപ്പണമായി ചെയ്താൽ ഈ വിതച്ച ഒരു വിത്ത് ലോകം മുഴുവൻ വ്യാപിക്കും. മനസ്സിലായില്ലേ? നമ്മളെപ്പോലുള്ള സ്ത്രീകളിലൂടെയാണ് ഈ ലോകത്ത് നന്മയുടെ വെളിച്ചം പിറക്കേണ്ടത്. നമുക്കെങ്ങനെ അത് സാധിക്കും? സത്യശുദ്ധിയും മനഃശുദ്ധിയും പാതിവൃത്യശുദ്ധിയും സൂക്ഷിക്കണം. അനസൂയെ പോലെ. അനസൂയയുടെ പാതിവൃത്യത്തിൽ അസൂയ പൂണ്ട ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പത്നിമാർ അവളെ പരീക്ഷിക്കാൻ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിയോഗിച്ചു. സന്യാസിമാരുടെ രൂപത്തിൽ വന്ന അവർ അവളോട് ആവശ്യപ്പെട്ടത് തങ്ങളുടെ മുന്നിൽ ജനിച്ചപടി നിന്നുകൊണ്ടുള്ള സൽക്കാരമായിരുന്നു. തന്റെ ഭർത്താവായ അത്രി മഹർഷിയുടെ ആത്മപ്രകാശത്തിലൂടെ തന്നെ അപകടപ്പെടുത്താനെത്തിയ ദേവന്മാരെ അവൾ തിരിച്ചറിഞ്ഞു. ഭർത്താവിന്റെ പാദം കഴുകിയ തീർത്ഥം തളിച്ചപ്പോൾ അവർ മൂവരും കൈക്കുഞ്ഞുങ്ങളായി മാറി. അപ്പോൾ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവൾക്ക് അവരെ സൽക്കരിക്കാനും കഴിഞ്ഞു. ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തിന്റെ മഹത്വം മനസ്സിലായില്ലേ? അമ്മ അനസൂയെപ്പോലെ ഉള്ളവളും അച്ഛൻ ആകാശം പോലെ തെളിഞ്ഞ മനസ്സുള്ളവനുമായിരിക്കണം. ചില പാവങ്ങളുണ്ട്, സ്വന്തം പേര് പോലും കള്ളം പറയുന്നവർ. അവരുടെയൊക്കെ മനസ്സെങ്ങനെ ആകാശം പോലെ തെളിഞ്ഞിരിക്കും? നമ്മളുടെ നീക്കങ്ങൾ ഇവിടെ ആരൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് കള്ളം പറഞ്ഞത് അവൾക്ക് എങ്ങനെ മനസ്സിലായി? ആശ്രമത്തിൽ വരുന്നതിന് മുമ്പ് നിന്നെ അവൾക്ക് അറിയാമായിരിക്കും. ഇല്ല, അതിന് സാധ്യതയില്ല. എൻ്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. ഇവിടെന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ഇവിടെ ചില കുട്ടികൾക്ക് ദർശനമുണ്ടെന്നോ പൂർവജന്മം അറിയാമെന്നൊക്കെയാ ഇവർ പറയുന്നത്. ഇനിയും ചിലപ്പോ അങ്ങനെ വല്ലതും മനസ്സിലാക്കിയതായിരിക്കുമോ? അതൊക്കെ വിശ്വസിച്ചിരുന്നാലേ അവസാനം ഇവർ നമ്മളെ പോലീസിന് ഒറ്റിക്കൊടുക്കും. അതിനു മുമ്പ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാണ് ബുദ്ധി. പക്ഷെ നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ദൂതിനെത്തുന്നവരെ ഇവിടെ തന്നെ തങ്ങാനാ നമുക്ക് നിർദ്ദേശം. നമ്മളതനുസരിച്ചേ പറ്റൂ. ഏതായാലും ഇവരുടെ മഹാമനസ്കത നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മൾ വളരെ കരുതി തന്നെ ഇരിക്കണം. ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. വളരെ പണ്ട് മുതൽ തന്നെ വൈദിക സമ്പ്രദായം സ്ത്രീകളെ ആത്മീയ മാർഗത്തിൽ നിന്ന് മാറ്റി നിർത്തി, അവരെ ദേവദാസികളാക്കി മാറ്റി. അന്നു തൊട്ട് ലോകം നാശത്തിലേക്ക് വീണു തുടങ്ങി. സ്ത്രീ അമ്മയാണ്. അറിവുള്ള അമ്മമാരിലൂടെ മാത്രമേ നന്മയുള്ള സന്താനങ്ങൾ പിറക്കുകയുള്ളൂ. പാശ്ചാത്യ ലോകത്തെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക്
എങ്ങനെ ആത്മബോധം ഉണ്ടാകാനാണ്? ചുരുക്കി പറഞ്ഞാൽ ഗുരു ആഗ്രഹിക്കുന്നത് നല്ല ഗൃഹസ്ഥാശ്രമികളിലൂടെയുള്ള ലോകത്തിന്റെ മാറ്റമാണ്. ഞങ്ങളെപ്പോലെ ഒരുപാട് കുടുംബങ്ങൾ ഈ ആശ്രമത്തിനകത്തും പുറത്തുമായി കഴിയുന്നു. ഇവൾ മൂത്ത മകൾ വൈദേഹി. ഞങ്ങളെല്ലാം അമ്പലത്തിൽ കയറി ഒളിച്ചതായിരുന്നു. പെട്ടെന്നായിരുന്നു അവരെല്ലാം വന്നത്. ഞങ്ങളുടെ ആണുങ്ങളെ എല്ലാം ദുഷ്ടന്മാര് വെട്ടിക്കൊന്നേ. ഈ ലോകമെല്ലാം ഇരുട്ടിലാണ് മക്കളെ. ഈ ലോകമെല്ലാം ഇരുട്ടിലാണ് മക്കളെ. വീടിന്റെയും നാടിന്റെയും രാജ്യത്തിന്റെയും ഉലകത്തിന്റെയും കർമ്മദോഷ നിവാരണത്തിനുള്ള ശ്രമമാണ് ആശ്രമം. ഇവിടെയും കൂടി ചോര ഒഴുക്കി ഈ ആശ്രമത്തിന്റെ മഹിമ കളങ്കപ്പെടുത്താമെന്ന് ആരും കരുതരുത്. ഈ കാരുണ്യഭൂമി ജാതിമത ചിന്തകൾക്ക് അതീതമാണ്. യുഗാന്തരങ്ങളായി ദൈവം ആഗ്രഹിച്ച കർമ്മത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൂതനും കറുത്തവനും വെളുത്തവനും കൂടി ജാതി പറഞ്ഞ് പങ്കിട്ടെടുക്കാൻ കഴിയാത്ത ഒരു പുതിയ തലമുറയിലൂടെയാണ് ലോകത്ത് ശാന്തി പിറക്കേണ്ടത്. ഈ സത്യദർശനം ലോകത്തിന് പകരുന്ന കരുണാമയനായ ഗുരുവിന്റെ സന്നിധിയാണിത്. ഇതിന്റെ വിശുദ്ധി കാണാനുള്ള അകക്കണ്ണടഞ്ഞ് നിങ്ങൾ അന്ധന്മാരായി പോകരുത്. വേഷം മാറണം. തൊപ്പിവെച്ച അഭയാർത്ഥികളായിട്ട് വേണം അവരുടെ ക്യാമ്പിനുള്ളിലേക്ക് കിടക്കാൻ. എല്ലാം നേരം പുലരുന്നതിന് മുമ്പ് വേണം. ക്യാമ്പിനുള്ളിലേക്ക് കിടക്കാൻ ഇതുമാത്രമാണ് ഒരു വഴി. വാനിൽ എക്സ്പ്ലോസീവ് കരുതിയിട്ടുണ്ട്. പുറത്ത് കിടക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. ഗേറ്റിൽ കാവലുണ്ട്. വല്ല ദുസ്വപ്നവും കണ്ടു ഉണർന്നതായിരിക്കും. ഗുരുവിനെ ധ്യാനിച്ചു കിടന്നുറങ്ങ്. സ്വപ്നമല്ല, ദർശനമാണ്. എങ്കിലത് ഗുരുവിനോട് പറയാം. നാളെ ആവട്ടെ. ഞാൻ ഗുരുവിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഗുരു എനിക്ക് അനുവാദവും തന്നു. എനിക്ക് തലയിട്ടുള്ളൂ. നിങ്ങൾ എന്നെ ഇവിടെ വിട്ടേ. സാരമില്ല, നിങ്ങൾ തളരരുത്. മാതൃരാജ്യത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. ഇവിടെ മറ്റൊരുത്തനും ഇടം കൊടുക്കരുത്. കൊല്ലണം. ഒന്നിനെയല്ല, നമുക്കെതിരെ തലപൊക്കുന്ന എല്ലാത്തിനെയും ചാവരപ്പെടേണ്ട ലക്ഷ്യമാണ്. ഞാൻ രാമേട്ടനെ കൊണ്ട് കടത്തിട്ട് വരാം. നിങ്ങൾ പുറത്ത് കാത്തേക്കും. നടുമുറ്റം കടന്ന് അയാൾ പർണശാലയിലേക്ക് വരും.
അവിടെ വെച്ച് തടയണം. അയാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ ജന്മത്തിൽ ഗുരു എനിക്ക് തന്ന ഒരു അവസരമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ. ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. വഴി തടയുന്ന നായ്ക്കളുടെ നെഞ്ചിലൊഴിക്കാനുള്ള നിറയുണ്ടതിൽ. നമ്മുടെ രാജ്യത്തിന്റെ മാനം കാക്കാനാണ് പകരം ചോദിക്കുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. ചെല്ല്. ക്യാമ്പിനകത്ത് കിടന്നാലുടൻ നാലുപാടും ചിതറി ഓടണം. അവിടൊക്കെ സാധനം വീശി വിതരണം. പൊട്ടിത്തെറിക്കും. രക്ഷപ്പെടാനൊരു തരി പോലും ബാക്കി കാണരുത്. നമ്മളുടെ സഹോദരങ്ങളുടെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കും. ഇരുളിന്റെ ലോകത്തെ രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല. ഇരുളിന്റെ ലോകത്ത് രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല. കാക്കകൾ മൂങ്ങയെ കൊത്തിത്തുരത്തും. ഇരുളിന്റെ ലോകത്ത് രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല. കാക്കകൾ മൂങ്ങയെ കൊത്തിത്തുരത്തും. ഒന്ന് നിൽക്കൂ. എന്താ ആ സമയത്ത് ഇവിടെ ഒളിച്ചു കിടന്നത് ശരിയായില്ല. അല്ല, അത് പിന്നെ ഞാൻ പറയൂ. ഞാനിവിടെ പാതകം നമസ്കരിക്കാൻ വന്നാണല്ലേ? ശരിയാണ്, അത് കള്ളമല്ല. നമസ്കരിക്കണം. അത് നിങ്ങളുടെ നിയോഗത്തിൽപ്പെട്ടതാണ്. ഞാൻ പാതകം നമസ്കരിക്കാൻ വന്നതല്ല, ഞാൻ പാതകം കാണാൻ വന്നതാണ്. എന്തിനാണ് ഇങ്ങനെ നിമിഷം തോറും നുണ പറയുന്നത്? നുണയോ? എന്താ കുട്ടി, എനിക്കിവിടെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കാരും ഭയമില്ല. പക്ഷെ എനിക്ക് ഭയമുണ്ട്. എന്റെ ഗുരുവിനെ. ഗുരുസന്നിധിയിൽ ഈ ആ സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്നുകൊണ്ട്. എങ്കിലും ഇന്ന് എനിക്കങ്ങനെ ചെയ്യാതെ വഴിയില്ല. നിങ്ങളും ഞാനുമായി ഈ ജന്മത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ പൂർവ്വജന്മത്തിൽ നിങ്ങളെ എനിക്കറിയാം. ആ കടപ്പാടുകൊണ്ട് ഒരു നിയോഗം പോലെ വന്നെന്ന് മാത്രം. കുട്ടിക്ക് തലയ്ക്ക് സുഖമില്ലാതെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നതിന് ഞാൻ എന്ത് മറുപടി പറയാനാണ്? ചെല്ലേ, പോയി കിടന്നുറങ്ങ്. ഇല്ലെങ്കിൽ കുട്ടിയുടെ ഗുരു വന്ന് സംശയിക്കും. ഓരോ ഗുരുക്കന്മാര് ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നത് കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല. സമയമുണ്ടാവില്ല. പുറത്തു കിടന്നവർ കാത്തു നിൽക്കല്ലേ? എന്താ അരയിൽ ഒളിപ്പിച്ച തോക്കെടുത്തി ഭ്രാന്തി പെണ്ണിനെ വകവരുത്തി ചാവേർ പടയാളിയുടെ ധീരത കാണിക്കാൻ മനസ്സ് പറയുന്നു അല്ലേ? വേണ്ട, സാഹസം വേണ്ട. നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കൂടി പകരം ചോദിക്കാൻ പോകുന്ന ആ പാവങ്ങളുടെ താവളം നശിപ്പിച്ച് പിഞ്ചു കുട്ടികളെ വഴിയാധാരമാക്കാനുള്ള ആവേശവും വേണ്ട. അതൊന്നിനും പരിഹാരമല്ല. നീ ഇതെങ്ങനെ അറിഞ്ഞു? എനിക്ക് ആദ്യമേ നിന്നെ സംശയമുണ്ടായിരുന്നു. സത്യം പറ, നീ ആരാണ്? പിതൃശുദ്ധി ചെയ്ത ഗുരുപരമ്പരയിലെ കണ്ണിയാണ് ഞാൻ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പ്രപഞ്ച സത്യങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു, അത്രമാത്രം. നിങ്ങൾ ചെയ്യാൻ പോകുന്ന വലിയ പാതകത്തിൽ നിന്നും നിങ്ങൾ പിന്തിരിയണം. അതിനെന്നെ നിയോഗിച്ചതും ഗുരു തന്നെയാണ്. വേണ്ട, നിന്റെ ഗുരുവിന്റെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. വേദാന്തം കേട്ടാൽ ഉണങ്ങുന്നതല്ല എന്റെ മനസ്സിന്റെ മുറിവ്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഉറ്റവരെയെല്ലാം നിമിഷം കൊണ്ട് ചുട്ടുകരിച്ചതും നിന്റെ ഗുരു അറിയുന്നില്ലേ? കോടിക്കണക്കിന് മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്റെ ഗുരുവിന് കഴിയോ? സൊമാലിയയിലെയും സയറിലെയും ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കൊണ്ട് മാത്രം മരിക്കുന്നു. അതിനുത്തരവുണ്ടോ നിന്റെ ഗുരുവിന്? എനിക്കൊരു1000 ചോദ്യങ്ങളുണ്ട് നിന്റെ ഗുരുവിനോട് ചോദിക്കാൻ.
ശരിയുത്തരം നിശ്ചയമായും ഗുരുവിങ്കലുണ്ട് രഘുരാമൻ. നിങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടുത്തെ സത്യം അറിയണ്ടായിരുന്നല്ലോ. ഇവിടെ നിങ്ങൾ കണ്ണുകളും കാതുകളും അടച്ചല്ലേ ഇത്രയും ദിവസം കഴിഞ്ഞുകൂടിയത്. അത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല. ആരാധനാദോഷം കൊണ്ട് അന്ധരായി പോയവരുടെ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ വെളിച്ചവുമായി എത്തുന്ന ഗുരുക്കന്മാരെ നാം എങ്ങനെ തിരിച്ചറിയും? അവരുടെ ത്യാഗത്തിന്റെ വേദന അനുഭവത്തിലൂടെ അറിയുന്നതുവരെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുകയില്ല. ലോകത്തിന്റെ അന്ധത മാറ്റാനെത്തിയ ദൈവനിശ്ചയം തന്നെയാണ് ഗുരു. അത് കാലം തെളിയിക്കും. ഇല്ല കുട്ടി, എനിക്കിവിടുന്ന് പോണം. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ എനിക്ക് നിരാശപ്പെടുത്താനൊക്കില്ല. എന്റെ വഴി ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ തടയുന്നില്ല. എങ്കിലും ഒരപേക്ഷയുണ്ട്. നിങ്ങൾ ഈ പരിപാവനമായ ഗുരുസന്നിധിയിൽ വന്നിട്ട് തിരിച്ചു പോവുകയല്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ ഈ പാതുകത്തിലൊന്ന് നമസ്കരിച്ചിട്ട് പോയിക്കോളൂ. വേണ്ട. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് നിന്റെ മനസ്സിന്റെ കടിഞ്ഞാൻ അഴിഞ്ഞു പോകരുത്. ഇതിലൊന്ന് തൊട്ടെന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ. എനിക്കെന്താണ് സംഭവിക്കുന്നത്? എന്റെ ഓർമ്മകൾ മായുന്ന പോലെ. നീ ഒരു നിയോഗത്തിന്റെ നിമിത്തമാണ്. നീ അറിയാതെ എത്തിയിരിക്കുന്നത് ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിലാണ്. ഗുരുവിന്റെ ത്യാഗത്തിന്റെ വേദന നീ നിന്റെ അനുഭവത്തിലൂടെ അറിയാൻ പോകുന്നു. അതിനായി നിന്റെ മനസ്സിന്റെ മഞ്ഞിടിഞ്ഞ് നീ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ്.
നീചഗോത്രത്തിൽ പിറന്നു നീ താഴ്ന്ന ഗോത്രക്കാരെ സംഘടിപ്പിച്ച് മേൽജാതിക്കാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തു. ശിക്ഷാവധം രാജകൽപ്പന. എന്നെ കൊന്നോളൂ. എന്നെ മാത്രമല്ല, താഴ്ന്ന ഗോത്രത്തിൽ പിറന്ന ഈ ദേശത്തെ ജനങ്ങളുടെ മുഴുവൻ തലയും കൊയ്തോളൂ. നിങ്ങളുടെ രാജാവും മേൽഗോത്രക്കാരും നീണാൾ വാഴട്ടെ. പക്ഷേ കാലം നിങ്ങളുടെ രാജാവിനോട് പകരം ചോദിക്കും. കുന്തമുനകളുടെ മുന്നിലും അവന്റെ നാവ് തുപ്പിയത് രാജദ്രോഹം. നമ്മുടെ ഗോത്രത്തിനെതിരെ അടിമകളെ സംഘടിപ്പിച്ചവൻ വധിക്കപ്പെടേണ്ടവൻ. കാഴ്ചയുടെ കാലം തിരിച്ചു വരുമെന്ന് പ്രചരിപ്പിച്ച ഒരു അവിശ്വാസിയായിരുന്നു അവൻ. അവന് കൊടുത്ത ശിക്ഷ ലോകത്തിനൊരു പാഠമായിരിക്കും.
ശബ്ദങ്ങളുടെ തന്മാത്രകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ സംയോജിപ്പിച്ച് പരീക്ഷണം നടത്തുകയായിരുന്നു ഞാൻ. എന്റെ പരീക്ഷണനാളിയിലെ സ്വരസുഷിരങ്ങളിൽ പ്രതിപ്രവർത്തിപ്പിച്ച ശബ്ദസംഘാതങ്ങൾ നൽകിയ സൂചനകൾ വളരെ വിലപ്പെട്ടതാണ്. ദേവസംഗീതം നീയല്ലേ ദേവി വരൂ വരൂ. ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ. സ്വരനൂപുരം ദൂരശിഞ്ചിതം പൊഴിയുമ്പോ ഉതിരുമീ മിഴിനീരിലൻ പ്രാണവിരഹവും മലിയുന്നു.
കേൾക്കാൻ തടവിലായതെന്തേ ജീവദാഹമതു തേടി വീണുടഞ്ഞതെന്തേ സ്നേഹമെന്ന കനി തേടി നോവു തിന്നതെന്തേ ഒരേ രാഗം ഒരേ താളം പ്രിയ നീ വരൂ വരൂ തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ ആരുമില്ലാത്ത ജന്മങ്ങൾ നിന്നോർമ്മയിൽ ഞാനേകനായി നിന്നോർമ്മയിൽ ഞാനേകനായി തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ ആരാ? രഘുരാമൻ. രഘുരാമൻ, ആ പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടെ നിന്ന് വന്നു? ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിൽ നിന്ന് താഴേക്ക് താഴേക്ക് വഴുതി വീഴുകയായിരുന്നു. പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഉരുണ്ട് മഞ്ഞുകട്ടകൾക്കൊപ്പം താഴേക്ക്. അബോധത്തിന്റെ ശൂന്യതയിൽ അലറിയും നിലവിളിച്ചും ഞാൻ വീണത് എവിടെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു? എനിക്ക് കാഴ്ചയുണ്ട്. നിങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞത് കള്ളമാണ്. എനിക്കും എന്റെ സമന്തയ്ക്കും രാജാവിനും ആർക്കും കാഴ്ചയില്ല. മരങ്ങൾക്കും മലകൾക്കും കിളികൾക്കും ആടുകൾക്കും ഒന്നും കാഴ്ചയില്ല. അല്ല സ്നേഹിത, ഞാൻ കാണുന്നു എന്റെ മുന്നിൽ നിൽക്കുന്ന നിന്നെ. നിന്റെ പാട്ടിന്റെ കാറ്റിൽ ചുഴലി പോലെ ഓടിവന്ന് നിന്നെ ആലിംഗനം ചെയ്ത പെണ്ണിനെ, അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയ പടയാളികളുടെ കുന്തമുനകളെ എല്ലാം ഞാൻ കാണുന്നു. കിങ്കരന്മാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു, നന്ദിയുണ്ട്. പക്ഷേ കാഴ്ചയെപ്പറ്റി പറഞ്ഞ് സ്വയം അപകടം വിളിച്ചു വരുത്തണ്ട. ഇതിനു മുമ്പ് ഇവിടെ വന്ന് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ് പലർക്കും മടങ്ങിപ്പോകാൻ ഒത്തിട്ടില്ല. കൊന്നു മുളന്തണ്ടിൽ കുത്തി നിർത്തിയിട്ടുണ്ട് അവരെയെല്ലാം. എന്റെ നിയോഗം എന്താണെന്ന് എനിക്കറിയില്ല. പെറ്റമ്മയെയും അച്ഛനെയും പോലും തടവിലിട്ട് ഈ താഴ്വര ഭരിക്കുന്ന ഞങ്ങളുടെ രാജാവ് അറിയുന്നതിന് മുമ്പ് വന്നിടത്തേക്ക് തന്നെ വേഗം മടങ്ങിപ്പോയിക്കൊള്ളൂ. വഴി അറിയില്ല. ഭ്രാന്ത്, കാഴ്ചയുണ്ടെന്ന് ധരിച്ച് ഭ്രാന്ത് പിടിച്ചവൻ, പോയിക്കോ. താഴ്വരയുടെ ധർമ്മശാസ്ത്രത്തെ ധിക്കരിച്ചാൽ സ്വന്തം സോദരിക്ക് മാപ്പില്ല. നീചഗോത്രക്കാരന്റെ തെരുപ്പാട്ടിന് കാതുകൊടുത്ത് ഓടിയിറങ്ങാൻ ലജ്ജയില്ലേ? കനവിൽ തോന്നിപ്പോയി. കരളിൽ നിന്ന് ഇനി പറിച്ചറിയാനാവില്ല. നിർത്ത്. മഹാരാജാവിനോട് തർക്കുത്തരം പറയുന്നു. ശമന്തക, ഇത് നമ്മുടെ അവസാന വാക്കാണ്. ഉത്തരവുകൾ തെറ്റി ഇനിയും സംസർഗം തുടർന്നാൽ അതിനുത്തരം പറയുന്നത് ഈ ചാട്ടവാറായിരിക്കില്ല. കാതുകളുടെ കോട്ട താണ്ടി ഇനി ഇവൾ പുറത്തിറങ്ങരുത്.
കാവൽക്കാർ കബളിപ്പിക്കപ്പെട്ടു. അജ്ഞാതനായ ആരോ ഒരാൾ രമണകരെ രക്ഷപ്പെടുത്തി. ആരവൻ? ഈ താഴ്വാരത്തിന്റെ ഗന്ധം അവനിലില്ല. നീചഗോത്രക്കാരനെ ബലി കൊടുത്തപ്പോഴും അവനവിടെ ഉണ്ടായിരുന്നു. കാവൽപ്പടയുടെ കാതുവെട്ടിച്ചോടി അവന്റെ ശബ്ദം ആടുകളുടെ നിലവിളിയിൽ നഷ്ടപ്പെട്ടു. ജാഗ്രത, കാതുകൾ ഉണർന്നു തന്നെ ഇരിക്കട്ടെ. മൗലി, തോലും ചരടും മാറ്റി, ഇനി പൊട്ടൂല. ആ, ഇതങ്ങ് വയ്ക്കേ. അവയിലേക്ക് ഇത് 10 കാശ് കരുതി വെക്കണം. മോളെ ഇത് വെച്ചോ. അമ്മേ, ആ എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. ചോര മണക്കുന്നല്ലോ. കൊട്ടാരത്തിലെ കിങ്കരന്മാർക്ക് എന്നോടൊരു സ്നേഹം തോന്നി. അവരൊന്ന് തലോടിയതാ. കളി പറയാതെ കുഞ്ഞെ, എന്തുണ്ടായി? എന്റെ പാട്ട് കേട്ട് സെമന്തക ഓടി വന്നു. കൂടെ കിങ്കരന്മാരും. അവരവളെ പിടിച്ചു വലിച്ചോണ്ട് പോയി. രാജകന്യകയെ വേൾക്കാനുള്ള ഭാഗ്യം നമുക്കില്ല മകനെ. ആ രാജാവ് ദുഷ്ടനാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് എന്റെ പേടി. നമ്മുടെ മകന് എന്താണ് ഒരു കുറവ്? അവന്റെ പാട്ടിൽ ഈ താഴ്വര മയങ്ങും. അത് കേട്ടവനെ മയക്കിയത് രാജകന്യകയല്ലേ? പക്ഷേ നമ്മുടെ ഗോത്രം, ഗോത്രങ്ങളുടെ പേരില് താഴ്വര മുഴുവൻ മുള്ളുമതിൽ തീർത്തിരിക്കുകയല്ലേ? എല്ലാത്തിനും കുടപിടിക്കാൻ ഒരു രാജാവും. അടിച്ചു ചാകും, അതാ തലവിധി. അച്ഛാ, എന്നെ കിങ്കരന്മാരിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുത്തി. രഘുരാമൻ. രഘുരാമൻ ആരാണത്? അറിയില്ല. അയാൾ വേറെ ഏതോ ലോകത്തുനിന്ന് വന്നയാളാണ്. അയാൾ പറയുന്നു അയാൾക്ക് കണ്ണ് കാണാമെന്ന്. അസംബന്ധം പറയുന്ന ഏതോ അവിശ്വാസിയായിരിക്കും. കാഴ്ചയുണ്ടെന്നും പറഞ്ഞ് പണ്ട് പലരും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആരെങ്കിലും ആയിരിക്കും. അയാൾ പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നും. മകനെ, അത്തരക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ രക്ഷ. ആര്? ഞാനാണ് രഘുരാമൻ. എന്തിനെന്നെ പിന്തുടരുന്നു? ഞാൻ പിന്തുടരുകയല്ല, പുതിയ ലോകത്ത് എന്നെ തന്നെ പിച്ച വെച്ച് നടത്തുകയാണ്. എത്ര സുന്ദരമായ കാഴ്ചകളാണ് ഈ താഴ്വരയിൽ. കാവി പുതച്ച ഈ മണ്ണ്, മേലെ മേഘങ്ങൾ നിറഞ്ഞ ആകാശം, ശാലീനതയുടെ ഏതോ യാമസന്ധികളിൽ കാഴ്ചയുടെ വേരറ്റുപോയ സാധുക്കളായ മനുഷ്യർ. ഞാനെല്ലാം കാണുന്നു. കള്ളം, നിങ്ങൾ ഒന്നും കാണുന്നില്ല. കാഴ്ചയുണ്ടെന്ന് പറഞ്ഞവർക്കൊന്നും അത് തെളിയിക്കാൻ ഒത്തിട്ടില്ല. തെളിയിക്കാൻ കഴിയാത്തതെല്ലാം മിഥ്യയല്ല. കളിയാക്കാണോ? കാഴ്ചയുടെ ഇന്ദ്രജാലം നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് വേദനിക്കുകയായിരുന്നു. എന്നെ വിശ്വസിക്കൂ, പണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഇവിടെയും കാഴ്ചയുള്ള മുഖങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ കല്ലിലും മണ്ണിലും ഇത്ര സുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്കാകുമായിരുന്നില്ല. നീ ഉടുത്ത ഈ വസ്ത്രവും ശിരസിലണിയുന്ന തലപ്പാവുമൊക്കെ ഒരു കാലത്ത് കാഴ്ചയുണ്ടായിരുന്ന ഏതോ പൂർവികർ മെനഞ്ഞെടുത്തതാണ്. ഇത്തരം വാക്കുകൾ കൊണ്ട് എന്റെ കാതുകളെ കബളിപ്പിക്കാനാവില്ല. നിൽക്കൂ. നോക്ക്, ഇത് കണ്ണുകൾ, കാഴ്ചയുടെ ദിവ്യാസ്ത്രങ്ങൾ. ഇത് അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന 2 കുഴികൾ, കുഴികൾക്കുള്ളിൽ ഉരുണ്ട് കളിക്കുന്ന 2 കോളങ്ങൾ. ഇത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. എന്റെ സമന്തകയ്ക്കും. അവളും ഒന്നും കാണുന്നില്ലല്ലോ. സ്നേഹിത, ഞാൻ നിന്നെ നിന്റെ സമന്തകയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാം. കൊട്ടാരത്തിലെ അന്തപുരത്തിലോ? അവൾ എവിടെയാണെങ്കിലും അവിടെ. നിനക്കതിന് കഴിയില്ല. ഒരു പ്രാണിക്ക് പോലും കടക്കാൻ പഴുതില്ലാത്ത കൊട്ടാരത്തിൽ നിനക്കെങ്ങനെ കടക്കാൻ കഴിയും? പ്രതിബന്ധങ്ങളെ തട്ടി തകർക്കാൻ എന്റെ കാഴ്ചയ്ക്ക് കഴിയും. സമന്തകയുടെ അന്തപുരത്തിൽ നിന്നെ ഞാൻ കൊണ്ടുപോയാൽ എനിക്ക് കാഴ്ചയുണ്ടെന്ന് നീ വിശ്വസിക്കാമോ? വിശ്വസിക്കാം.
സമന്തക, പേടിക്കണ്ട. ഞാൻ രഘുരാമൻ, രമണകന്റെ കൂട്ടുകാരൻ. ഇതാ നിന്റെ രമണകൻ. ഇത് യുവറാണിയുടെ അന്തഃപുരമാണ്. ഇവിടെ ചുവരുകൾക്കും കാതുകളുണ്ട്. ഇല്ല, ഞാനും വരുന്നു. രമണകന്റെ ഒപ്പം താഴ്വാരത്തിന്റെ ഏത് ദിശയിലേക്ക് ഞാൻ വരാം. പാടില്ല. തിടുക്കത്തിൽ സാഹസം ചെയ്താൽ അത് അപകടം. അല്പം കൂടി കാക്കൂ. എന്റെ നിയോഗങ്ങളിൽ ഒരുപക്ഷെ ഇതുകൊണ്ടാകാം. അന്തപുരത്തിൽ അന്യരാരെ? രമണകനോ? അന്തപുരത്തിൽ എങ്ങനെ കടന്നു? കാഴ്ചയുള്ള കൂട്ടുകാരൻ എന്നെ സഹായിച്ചു. കാഴ്ചയുള്ള കൂട്ടുകാരനോ? ആരാണത്? ഞാൻ രഘുരാമൻ. അയ്യോ, ആരുടെയും കാതിൽ വീഴണ്ട. കടന്നു പൊയ്ക്കോളൂ വേഗം. അറിഞ്ഞാൽ കൊന്നു മുളന്തണ്ടിൽ കുത്തി നിർത്തും. അരുത്. എന്താണിത്? എന്നെ നമസ്കരിക്കരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അല്ല, അങ്ങ് സാധാരണ മനുഷ്യനല്ല. ഈ താഴ്വാരത്തിലെത്തിപ്പെട്ട മഹാഗുരുവാണ് അങ്ങ്. ഈ പാദങ്ങളിൽ ഞാൻ എന്റെ വിശ്വാസം അർപ്പിക്കുന്നു. എന്റെ പ്രഥമ ശിഷ്യൻ. താഴ്വാരം മുഴുവൻ തടവറകളാണ്. വിശ്വാസങ്ങളെ ധിക്കരിക്കുന്നവർക്ക് വിലങ്ങാണ് രാജസമ്മാനം. രഘുരാമ, കാഴ്ചയെപ്പറ്റി പാടിയ നാവുകൾ അറുത്തെറിഞ്ഞ കഥകൾ ഇവിടുത്തെ കൊച്ചുകുട്ടികളുടെ കാതുകളിൽ പോലും ഉണ്ട്. കല്ലെറിഞ്ഞും കുരിശിൽ തറച്ചും കാലിൽ അമ്പെയ്തും പലരെയും കൊന്നിട്ടുമുണ്ട് അല്ലേ? നിങ്ങളുടെ അന്ധതയുടെ കാരണം ഈ പ്രകൃതിയിൽ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നമുക്കത് കണ്ടെത്തണം. കാഴ്ചയെപ്പറ്റി പറഞ്ഞ് നമുക്ക് ഈ താഴ്വരയെ ബോധ്യപ്പെടുത്തണം. പക്ഷേ താഴ്ന്ന ഗോത്രക്കാരും ഉയർന്ന ഗോത്രക്കാരും തമ്മിൽ എന്നും യുദ്ധമാണ്. നീചഗോത്രക്കാർ കറുത്തവരാണത്രേ. താഴ്ന്ന ഗോത്രക്കാരുടെ നിറം കറുത്തതാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഇവിടെ ഞാൻ കാണുന്ന മേൽഗോത്രക്കാരിൽ തന്നെ കറുത്തവരും വെളുത്തവരുമുണ്ട്. ഇതൊക്കെ നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആരോ പടച്ചുണ്ടാക്കിയ അസംബന്ധങ്ങളാണ്. കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ ഗോത്രപ്പകയുടെ പേരിൽ നിങ്ങൾ ഒരിക്കലും ആയുധമെടുക്കുമായിരുന്നില്ല. രഘുരാമ, താഴ്വരയിൽ നീ ഇനിയും ഏറെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കാഴ്ചയെ പറ്റിയുള്ള അവന്റെ വാക്കുകൾ പ്രജകളെ സന്ദേഹികളാക്കും. രമണകൻ അവന്റെ വാക്കുകളിൽ മയങ്ങി എന്ന് വെച്ചാൽ അവന്റെ നാവിന് കാതുകൊടുക്കാൻ വേറെയും രമണകന്മാരുണ്ടാവുമെന്നർത്ഥം. അവിശ്വാസബോധി ഉറപ്പിക്കാൻ അവനെ അനുവദിക്കരുത്. വീരവിജയ് വിജയന്ത മഹാരാജാവ് അറിയിക്കുന്നതെന്തെന്നാൽ ഏതോ അന്യലോക സന്തതിയും പിശാചിന്റെ പിൻഗാമിയുമായ ഒരു അവിശ്വാസി ഇല്ലാത്ത കാഴ്ചയുടെ മഹത്വത്തെ വാഴ്ത്തി ഈ മണ്ണിൽ ചുറ്റിക്കറങ്ങുന്നു. അവന്റെ വാക്കുകൾക്ക് കാതു കൊടുക്കുന്നവർ രാജശിക്ഷയ്ക്ക് അർഹർ. അവനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ച് രാജസമക്ഷമെത്തിക്കുവാൻ അരുളപ്പാട്. രമണകൻ അനുഭവം പറഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് വിശ്വാസമായത്. പക്ഷേ അത് പോരല്ലോ. കൊട്ടാരത്തിലെ കൺകാണിത്തറയിൽ തൊട്ടറിയാതെ വസ്തുവിനെ കണ്ടുപറയാനുള്ള പരീക്ഷയിൽ ജയിച്ചാലേ രാജാവ് വിശ്വസിക്കൂ. ഞാൻ തെളിയിക്കും. രഘുരാമ, നിന്നെ ജീവനോടെ അല്ലാതെ പിടിച്ചു കൊടുക്കാനാണ് രാജകൽപ്പന. ഒരു മാർഗമുണ്ട്. നീ ഞങ്ങളുടെ വേഷം ധരിക്കണം. അങ്കയും തലപ്പാവും തൊട്ടറിയുമ്പോ അവർ നിന്നെ ഈ ലോകത്തൊരാൾ എന്ന് തന്നെ കരുതിക്കൊള്ളും. രഘുരാമൻ എന്നാണ് അയാളുടെ പേര്.
അയാൾക്ക് കാഴ്ചയുണ്ട്. രമണകനെ ആരും അറിയാതെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഞാൻ അയാളുടെ ശബ്ദം കേട്ടു. അയാളുടെ വാക്കുകൾക്ക് താഴ്വരയുടെ മട്ടില്ല. അയാൾ ഏതോ നിയോഗത്തിന്റെ നിമിത്തമാകാം. കാഴ്ചയുള്ളവൻ ദൈവപുത്രനാണെന്ന് ഒരു വീകർ പറഞ്ഞിട്ടുണ്ട്. കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ജീവനോടെയോ അല്ലാതെയോ പിടിച്ച് ഹാജരാക്കാൻ. പാലുകളും കുരിശുകളും എന്റെ മകൻ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഭരിക്കാൻ. ആദിയിൽ ലോകം ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലെ ശൂന്യതയായിരുന്നു. പിന്നെ സ്പർശനശേഷിയില്ലാത്ത ജീവികളുണ്ടായി. പിന്നെ നാലുകാലുള്ള ആടുകളുണ്ടായി. പിന്നെയാണ് മനുഷ്യനുണ്ടായത്. ഏറ്റവും ഒടുവിൽ മാലാഖമാരുണ്ടായി. ഏറ്റവും ഒടുവിൽ മാലാഖമാർ എങ്ങനെ ഇരിക്കും? മാലാഖമാരോ? അങ്ങ് ദൂരെ ദൂരെന്ന് ചിലപ്പോ പാട്ടുകൾ കേൾക്കാറില്ലേ? അത് മാലാഖമാരുടേതാണ്. കുട്ടികളെ, ഈ ലോകം വളരെ ചെറുതാണ്. ഇലാമപ്പഴം പോലെ ചെറുത്. ചുരുക്കത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മാത്രമാണ് ലോകം. തെറ്റ്. ഈ താഴ്വാരത്തിന് പുറത്ത് ഒരു ലോകമുണ്ട്. പർവ്വതങ്ങളും പക്ഷികളും പൂക്കളും ആകാശവും മേഘങ്ങളും ഇവയെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുമുണ്ട്. കുട്ടികളെ, പേടിക്കണ്ട. ഏതോ ദുഷ്ടഗ്രഹങ്ങളുടെ അശരീരിയാണത്. നമുക്ക് പഠനം തുടരാം. ഈ ലോകത്തിന്റെ അതിരുകൾ നമ്മൾ ജീവിക്കുന്ന ഈ താഴ്വാരത്തിന്റെ ചുറ്റുമുള്ള പാറക്കെട്ടുകളാണ്. ഈ ഭൂമിയുടെ മുകളറ്റം മൃദുലമായ ഒരു മൂടി മാത്രമാണ്. വിഡ്ഢിത്തം. ഭൂമിയുടെ മേലെ രാത്രിയിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന ആകാശം. അശരീരികൾ കാതുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഭയപ്പെടരുത്. ശബ്ദത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. നാദതരംഗങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കങ്ങളിലും പ്രകൃതിയുടെ വൃത്തിക്ഷയങ്ങളും കാലങ്ങളും ഉണ്ടാകുന്നു. ഗന്ധവും കേൾവിയും മാത്രമാണ് ശാശ്വതമായ സത്യങ്ങൾ. കാഴ്ചയെക്കുറിച്ചുള്ള കേട്ടുകേൾവികൾ വെറും കെട്ടുകഥകൾ. അവയ്ക്ക് കാതു കൊടുക്കാതിരിക്കുക. അവയ്ക്ക് അരുത്. കുഞ്ഞുങ്ങളെ കബളിപ്പിക്കരുത്. ഭൂമിയിൽ ശബ്ദവും ഗന്ധവും മാത്രമല്ല, കാഴ്ച കൂടിയുണ്ട്. അവിശ്വാസികൾക്ക് ഈ ലോകത്തിടമില്ല. ഞാൻ പറയേണ്ടത് നിങ്ങൾ പറയുന്നു. രഘുരാമൻ, സത്യം പറയാൻ നിയോഗിക്കപ്പെട്ടവൻ. താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. അറിവില്ലാത്തത് നിഷേധിക്കുന്നവൻ അഹങ്കാരി. അസംബന്ധം പുലമ്പാതെ പാഠശാലയിൽ നിന്ന് കടന്നുപോകും. കാവൽക്കാരുടെ കാതുകൾക്ക് കുന്തമുനകളുടെ മൂർച്ചയുണ്ട്. കുട്ടികളെ, ദുഷ്ടാത്മാക്കളുടെ അസത്യവചനങ്ങൾ ശ്രമിക്കരുത്. ഇന്തൊരു പാഠം വേണ്ട. പൊക്കളോ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അധ്യാപകൻ അസത്യത്തിന്റെ പ്രവാചകനാണ്. എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ പഠിപ്പിക്കുന്നവൻ. അയ്യോ, അധ്യാപകനെ അങ്ങനെയൊന്നും പറയരുത്. ശബ്ദദേവത കോപിക്കും. എന്തെല്ലാം അബദ്ധങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളോട് ഒരു ദേവതയും കോപിക്കില്ല. സത്യം. കുഞ്ഞുങ്ങളെ, കണ്ണെന്നാൽ എന്താണെന്നാണ് അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ മുഖത്ത് 2 കുഴികളിൽ കിടക്കുന്ന ചെറിയ 2 ഗോളങ്ങൾ വെറുതെ ഉരുണ്ട് കളിക്കും. അല്ല, ഈ ലോകത്തെ കാണുവാനുള്ള ദിവ്യമായ അവയവമാണ് കണ്ണുകൾ. നല്ല മണം അല്ലേ? അതെ. മണം മാത്രമല്ല, ഈ പൂവ് കാണാനും മനോഹരമാണ്. പൂക്കൾ മാത്രമല്ല, മേലെ മാനം, അതിലൊഴുകി നടക്കുന്ന മേഘങ്ങൾ. രാത്രിയിൽ അവിടെ നക്ഷത്ര കുഞ്ഞുങ്ങൾ പിറക്കും. പകൽ 7 വർണ്ണങ്ങളുള്ള മഴവില്ല് വിരിയും. ഈ മണ്ണിൽ കിലുകിലേ കിലുങ്ങുന്ന നദികൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നോ കാണാൻ. പിന്നെന്താ ഞങ്ങളൊന്നും കാണാത്തത്? അതാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിധി. കാണാത്ത കണ്ണുകളുമായി അന്ധതയിൽ അലഞ്ഞു തിരിയാനുള്ള ദുർവിധി. പറഞ്ഞതൊക്കെ ഞങ്ങളെ കാണിക്കാമോ? അതിനുള്ള വഴി എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടെത്തും ഒരിക്കൽ. ആരും വഴക്കിടണ്ട. ഇത് നമുക്ക് കാഴ്ചയുടെ കഥ പറഞ്ഞെന്ന് ഏട്ടന് കൊടുക്കാം. ഇത് ഇലാമപ്പഴമാണ്. നല്ല സ്വാദാ. ഏട്ടന് വേണ്ട, നിങ്ങളെല്ലാവരും കഴിച്ചോളൂ.
തെളിഞ്ഞത് എന്താണെന്ന് പറഞ്ഞാലും. പറയാം പറയാം. താഴ്വാരത്ത് ചൂഴ്ന്നു നിൽക്കുന്ന കരിമ്പാറകളെ ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ ഒരണുപ്രപഞ്ചം, ഏതോ ആഘാതത്തിൽ അറിയാതെ വേർതിരിഞ്ഞ അണുസംഘാതങ്ങൾ കാത്തു നിൽക്കുന്നു. അതിനെ തടുത്തു നിർത്താൻ മഹാശബ്ദങ്ങളുടെ വേലിയേറ്റങ്ങൾ തന്നെ ഈ ശ്രവണന് സൃഷ്ടിക്കേണ്ടതുണ്ട്. വിഡ്ഢിത്തം. കണ്ണു കാണാത്ത ജനതയെ പറ്റിക്കാനുള്ള വിഡ്ഢിത്തം. ഏതാണ് ആ ശബ്ദം? അശരീരി. അധ്യാപകൻ കേട്ട അതേ അശരീരി. ഓഹോ, ദുർനിമിത്തത്തിന്റെ അപശബ്ദമേ. താഴ്വരയിലെ ശബ്ദശാസ്ത്രജ്ഞൻ ശ്രവണനാണ് ഞാൻ. വിഡ്ഢി, ശാസ്ത്രം സത്യമാണെന്ന് മനസ്സിലാക്കൂ. ശാസ്ത്രത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒത്തിരി സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ശാസ്ത്രം എല്ലാത്തിന്റെയും അവസാന വാക്ക് അല്ല. ജന്മാന്തരങ്ങൾ, പുണ്യപാപ സഞ്ചയങ്ങളുടെ കർമ്മഫലങ്ങൾ, മനസ്സ്, ഇതിന്റെയൊന്നും അർത്ഥവും ആഴവും കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ അർത്ഥശൂന്യത ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ പരീക്ഷണ നാളിയിലൂടെ കടന്ന് പ്രതിധ്വനിച്ച ശബ്ദം എന്താണെന്നറിയാമോ? അതൊരു കിളി ചിലച്ച ശബ്ദമാണ്. വിശ്വസിക്കരുത്, ഈ അശരീരിയെ വിശ്വസിക്കരുത്. ശാസ്ത്രമാണ് സത്യം. താഴ്വരയെ ആക്രമിക്കാൻ എടുക്കുന്ന അനുഗ്രഹത്തെയാണ് ശബ്ദങ്ങൾ കൊണ്ട് ഞാൻ പരീക്ഷിച്ചറിഞ്ഞത്. രക്ഷക്ക് താഴ്വരയെ മഹാശബ്ദങ്ങളുടെ കവചമണിയിക്കാൻ രാജാവിനോട് പറയാം. വരൂ. അവനെ പിടിക്കാൻ നമ്മുടെ സേനാപതിക്കും ആയുധങ്ങൾക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല? ശബ്ദത്തിന്റെ വലയത്തിൽ അവനെ പിടുത്താൻ കഴിയില്ല. അവൻ ഏതോ മായാവിയാണ്. കർമ്മിയില്ലേ? ഉണ്ട്. ഒന്ന് ഗണിച്ചു പറയൂ. ശബ്ദദേവത കോപിച്ചിരിക്കുന്നു. ദേവതയ്ക്ക് രക്തദാഹം ഏറി. അവളുടെ ദാഹം തീർക്കുന്ന കാര്യം രാജാവ് മറന്നു. അതാണ് ദുർനിമിത്തങ്ങളുടെ ആരവം. ഇത് ശാസ്ത്രയുഗമാണ്. ശബ്ദ പരീക്ഷണങ്ങളിലൂടെ ഭൂമിയെ രക്ഷിക്കാനുള്ള ഒരു കവചം ഞാൻ ഉണ്ടാക്കിയെടുക്കാം. കഴിഞ്ഞ ആഷാഢത്തിൽ മഞ്ഞുമലകൾ ഉരുണ്ട് താഴ്വാരത്തിലേക്ക് പ്രവഹിച്ചപ്പോൾ നാം അതിനെ പ്രതിരോധിച്ചത് നരബലി കൊണ്ടായിരുന്നില്ലേ? ഇതിനും പ്രതിവിധി നരബലി. കാരുണ്യത്തിന്റെ നിറകുടമായ ഒരു യുവാവിന്റെ രക്തം. അങ്ങനെ ഒരു യുവാവിനെ കണ്ടെത്താൻ നാം ഉത്തരവിടുന്നു. നരബലിക്കുള്ള തരുണനെ തീരുമാനിച്ചോ? ലക്ഷണമൊത്ത തരുണനെ കിട്ടിയില്ല. ലക്ഷണമൊത്ത ഒരാളെ ഞാൻ തന്നാലോ? റാണി തരുന്നതെന്തും നാം സ്വീകരിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതങ്ങനെയല്ല. കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടാവും. കൊട്ടാരത്തിലെ കൊടുങ്കാറ്റ് താഴ്വരയുടെ ഐശ്വര്യത്തിന് പകരമല്ല. എങ്കിൽ ഞാൻ പറയാം. രമണകൻ, യുവാവ്, ശബ്ദദേവത പ്രീതിപ്പെടുന്ന മധുരനാദത്തിനുടമ. കൊള്ളാം. റാണിയുടെ ബുദ്ധിക്ക് പ്രണാമം. അവൻ തന്നെ ആവട്ടെ. സെമന്തകേ, സെമന്തകേ, എന്താ? ബലിപുരുഷനെ തീരുമാനിച്ചു. ആരാ? രമണകൻ. എന്റെ മകൾ അവനെ ഒത്തിരി മോഹിച്ചു പോയി. ദേവതകളെ പ്രീതിപ്പെടുത്താൻ എന്തിനാണ് ഈ നരബലി? ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മുമ്പിൽ പിതാവ് പോലും എനിക്ക് പ്രശ്നമല്ല. ശബ്ദദേവതയ്ക്ക് ബലി കൊടുക്കാൻ ലക്ഷണമൊത്ത പുരുഷനെ തെരഞ്ഞെടുത്തു. അതിലെന്താ തെറ്റ്? ലക്ഷണമൊത്ത പുരുഷൻ സോദരി സ്നേഹിച്ച യുവാവാകുമ്പോഴാണ് രാജാവ് സ്വാർത്ഥനാവുന്നത്. വേണ്ട മോനെ, ഈ നരബലി വേണ്ട. ഈ മണ്ണിൽ നിരപരാധികളുടെ രക്തം ഇനി ഒഴുക്കരുത്. പ്രജകളുടെ കണ്ണുനീരിന്റെ ചൂടിൽ കിരീടവും ചെങ്കോലും കത്തിയെരിയും. നിന്റെ അവിവേകങ്ങൾക്ക് കാലം നിന്നോട് കണക്ക് ചോദിക്കും. നിർത്ത്. തളർന്ന വൃദ്ധനാവിന്റെ രാജധർമ്മം വിജയന്തൻ ആവശ്യമില്ല.
എന്താണാവോ അരുളപ്പാട്? മൗലി, നീ പുണ്യവാനാണ്. താഴ്വരയെ കാത്തു സൂക്ഷിക്കുന്ന ശബ്ദ ദേവതകൾ നിന്റെ പ്രിയപ്പെട്ട മകനെ ആവശ്യപ്പെടുന്നു. ദേശത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അപൂർവ അവസരം. യജമാനനെ മറ്റെന്ത് വേണമെങ്കിലും ചോദിക്കൂ, ഇവനെ മാത്രം കൊണ്ടുപോകരുതേ. ബലിപുരുഷൻ ഇന്നു മുതൽ ദേശത്തിന്റെ സ്വത്താണ്. അവന്റെ മേൽ ഇനി നിങ്ങൾക്ക് അവകാശമില്ല. അനുസരിച്ചില്ലെങ്കിൽ ശബ്ദപര ദേവതകളുടെ ശാപം ഈ ഭൂമിയിൽ വീഴും. പിന്നെ നീയും നിന്റെ ഗോത്രവും രക്ഷപ്പെടില്ല. ബലിപുരുഷ, നീ ഞങ്ങളോടൊപ്പം വരൂ. കാനക പാട്ടുണർത്ത് കരൾ
ഉത്തമ പുത്തരി ചിത്തൊളിയേ എത്തിന മംഗള പത്തിരയേ ഉത്തമ പുത്തരി ചിത്തൊളിയേ എത്തിന മംഗള പത്തിരയേ ചത്തം മുത്തം താ തിരുത്തിത്തിൻ താളം താ ചത്തം മുത്തം താ തിരുത്തിത്തിൻ താളം താ അല്ലലെല്ലാം തിന്നരുള് സേനാധിപ, അവന്റെയും അവൻ രക്ഷിച്ച രമണകന്റെയും അവർക്ക് അഭയം കൊടുത്ത നീച ഗോത്രത്തിന്റെയും തലകൾ എനിക്ക് വേണം. നമുക്കിവിടെ തങ്ങാം. ഇവിടെ ആകുമ്പോൾ ശബ്ദം പുറത്ത് കടക്കില്ല. കാവലിന് കാഴ്ചയുള്ള ഞാനുണ്ട്.
പഴത്തിന്റെ ചാറ് കുഞ്ഞിന്. ഇലാമപ്പഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുട്ടികൾക്ക് ഉയിര് വെക്കില്ല. സിദ്ധൌഷധം. ഒരു കാലത്ത് ഇവിടെ ജനിച്ചു വീഴുന്ന ശിശുക്കൾക്ക് ആയുസ് ഒരു നാൾ മാത്രമായിരുന്നു. തലമുറകൾ സന്തതിയേറ്റു പോകുന്നതിൽ മനംനൊന്ത് ഞങ്ങൾ പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു. ദേവത പ്രത്യക്ഷപ്പെട്ട് ഏതോ വിത്ത് വാരിയെറിഞ്ഞു. മഴയും വെയിലും കുളിരും കാറ്റും പോറ്റിയ വിത്തുകൾ മാമരമായി. മരം പൂത്തു കായ്ച്ചപ്പോൾ ദേവിയുടെ അരുളപ്പാട് അനുഗ്രഹമായി. അന്നു തൊട്ട് താഴ്വാരത്തെ ശിശുക്കൾ മരിക്കാതായി. അത്ഭുതസിദ്ധിയുള്ള ഈ പഴമാണ് ഞങ്ങളുടെ ജീവന്റെ രഹസ്യം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതി തോന്നും. പക്ഷേ വിത്ത് കഴിക്കരുത്. കൊടിയ വിഷമാണ്. മരണം നിശ്ചയം. മണ്ണിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തിയ നിനക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? കാഴ്ചയുടെ ഭാഗ്യവുമായി ഈ താഴ്വരയിലെത്തിയവനാണ് ഞാൻ. അന്ധതയുടെ കാരണം ഇലാമ മരത്തിന്റെ പഴമാണെന്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു. നിർത്ത്. താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. സേനാധിപ, നാം ഈ അവിശ്വാസിക്ക് വധശിക്ഷ വിധിക്കുന്നു. വിശിഷ്ട ഫലത്തിന്റെ പവിത്രതയെ തള്ളിപ്പറഞ്ഞതിന് വിശേഷപ്പെട്ട മരണം. ഇന്നോളം ആർക്കും നൽകിയിട്ടില്ലാത്ത ശിക്ഷ. ഇലാമ പഴത്തിന്റെ വിഷവിത്ത് ഇവന് മൃത്യുവിനുള്ള ഔഷധം.
രഘുരാമനെ ഇലാമപ്പഴത്തിന്റെ കുരുവെടുത്ത് കൊന്നു. രഘുരാമ, രഘുരാമ, എന്റെ ഗുരുവേ, ഇലാമ പഴത്തിന്റെ കുരു വിഷമല്ല. ഇലാമ പഴത്തിന്റെ കുരു വിഷമല്ല. ഇലാമ പഴത്തിന്റെ കുരു വിഷമല്ല. നിങ്ങളുടെ അന്ധത മാറാനുള്ള സിദ്ധ ഔഷധമാണ്. എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി. എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഞാനത് അനുഭവിച്ചു. ഞാനാണ് സാക്ഷ്യം. ഞാനാണ് സാക്ഷ്യം. ഇവനാണ് സാക്ഷ്യം. ഭ്രാന്തൻ. ഇവൻ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കും. എന്നെ വിശ്വസിക്കൂ. ഇവൻ നമ്മുടെ ലോകത്തിന് ആപത്താണ്. സത്യം അനുഭവിച്ചറിഞ്ഞ എന്നെ നിങ്ങൾ വിശ്വസിക്കൂ. നമ്മുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ ഇവനെ കല്ലെറിഞ്ഞോടിക്ക്. എന്നെ വിശ്വസിക്കൂ. കുഞ്ഞുങ്ങളെ, രഘുരാമ, ഞാൻ പറഞ്ഞില്ലേ, താഴ്വാരത്ത് ആരും നിന്നെ വിശ്വസിക്കില്ല. അതിലെനിക്ക് ദുഃഖമില്ല. സത്യം മറഞ്ഞു കിടക്കും, അത് മായുകയില്ല. കൂട്ടുകാരാ, നിനക്ക് എന്നെ വിശ്വസിക്കാമോ? എൻ്റെ കണ്ണുകളിലെ ജ്വാല നിന്റെ ഇരുൾ മൂടിയ കണ്ണുകളിലേക്ക് ഞാൻ പകർന്നു തരാം. താഴ്വരയുടെ കണ്ണു തുറക്കാനുള്ള സത്യാന്വേഷണത്തിന് നിന്നെ എനിക്ക് വിട്ടുതരൂ. നിനക്ക് ഞാൻ എന്നെ തരുന്നു, എന്റെ സമന്തകയെയും. അവൻ ഉയർത്തെഴുന്നേറ്റു അത്രേ. ഇത് പറയാൻ നിങ്ങളുടെ നാവുകൾക്ക് ലജ്ജയില്ലേ? തലമുറകളിലൂടെ തിടം വെച്ച വിശ്വാസ ഗോപുരങ്ങളാണ് അവൻ കടപുഴക്കി എറിയുന്നത്. സേനാധിപ, അങ്ങ് ആജ്ഞാപിക്കണമെന്നില്ല. വിനാഴികയ്ക്കുള്ളിൽ അവൻ അവിടത്തെ കാൽ കീഴിൽ.
സുമന്തയെ, ഞാൻ രഘുരാമൻ. അന്ധതയുടെ ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമായി. വെളിച്ചത്തിന്റെ ലോകം കാണാൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ രമണകനുമുണ്ട്. വരൂ എൻ്റെ കൂടെ. കാഴ്ചയുടെ ലോകത്തിലേക്ക് ഞാനും ഉണ്ട്. ആരാത്? ഞാൻ രഘുരാമൻ. മഹാരാജാവേ, അന്ധതയുടെ ഈ തടവറയിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം. എന്നെ വിശ്വാസമാണെങ്കിൽ. വിശ്വാസമായി. ഈശ്വരാ, രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് സഫലമായി. വരും. കേട്ടോ, മഹാരാജാവിനെയും രാജ്ഞിയെയും രഘുരാമൻ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതെങ്ങനെ കഴിഞ്ഞു? കാഴ്ചയുള്ളവർക്ക് അതൊക്കെ എളുപ്പമാണത്രേ. രാജാവും രാജ്ഞിയും രമണനും ഒക്കെ രഘുരാമനെ വിശ്വസിക്കുന്നു. മഹാരാജാവ് വിശ്വസിച്ചെങ്കിൽ അത് സത്യമായിരിക്കും. നമുക്കും പോകാം. ഏതോ അജ്ഞാത സ്ഥലത്താണവൻ. ആ അവിശ്വാസിയുടെ ജൽപ്പനങ്ങളിൽ വഴിതെറ്റിയ മന്ദബുദ്ധികൾ മരണത്തിലേക്ക് പായുകയാണ് പ്രഭു. എങ്ങനെയും അവരെ തടയണം. അവനെ ഉന്മൂലനം ചെയ്യണം. അതെ, ഇല്ലെങ്കിൽ ഭരിക്കാൻ പ്രജകളില്ലാത്ത രാജ്യത്തിന്റെ രാജാവ് എന്നങ്ങ് അറിയപ്പെടും. ഞാൻ കാലാകാലങ്ങളായി സാംശീകരിച്ചു വെച്ച ശബ്ദത്തിന്റെ ബീജുകൾ ആളുകളിൽ പ്രസരിപ്പിച്ച് ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നോക്കിയാലോ? ആദ്യം അവന്റെ താവളം അറിയണം. ശബ്ദശാസ്ത്രത്തിൽ മാത്രമല്ല, ചാരവൃത്തിയിലും ഈ ശ്രവണൻ അഗ്രഗണ്യനാണ്. രഘുരാമ, കാഴ്ചയുടെ ഔഷധം വെറും ഒരു സിദ്ധിയല്ല, മഹാത്യാഗമാണത്. കാഴ്ച നേടാൻ ആത്മശുദ്ധി വേണം. ഔഷധം സേവിച്ച് പൗർണമി രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ടറയിൽ കിടന്ന് സൂര്യോദയം വരെ പ്രാർത്ഥിക്കാൻ നിന്നെ വിശ്വസിച്ചവരോട് പറയൂ. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം.
എന്നെ വിശ്വാസമില്ലല്ലേ? കുടിച്ചല്ലോ. ഇല്ല, ഞാൻ കണ്ടു. മറ്റുള്ളവരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാം. കയ്പ് വരാനിരിക്കുന്ന മധുരക്കാഴ്ചയുടെ നാന്ദിയാണ്. കിരണ ദീപം പാപക്കടലിലുദയമാവുന്നു. അരുണകിരണ ദീപം പാവക്കടലിലുദയമാവുന്നു. തിമിര നിരയിൽ ഇന്നാഗോളം കണവനയനമാവുന്നു. ശാപഗോപുരങ്ങൾ ചായും ദീപവീഥി നീളുന്നു. പാഴിരുൾ കുടങ്ങൾ വീഴും പ്രാണവായു വീശുന്നു. അരുണകിരണ ദീപം പാവക്കടലിലുദയമാവുന്നു. തിമിര നിരയിൽ ഇന്നാഗോളം കണവനയനമാവുന്നു.
വിധികളിൽ ഒരു വരമൊഴിയായി വിജയശംഖമുണരുകയായി. ഗുരുകൃപയുടെ തിരുമുമ്പിൽ അഴകായി വരദമാരി ചൊരിയുകയായി. നേടുമോരോ കണ്ണിൽ സത്യദർശനം ധന്യം. മുക്തി നേടുമോരോ ജന്മം ശക്തി പൂജിതം ബ്രഹ്മം. മേഘം മായുന്നു, അഭയമുദ്ര പൂവായി തീരുന്നു. അരുണകിരണ ദീപം പാവക്കടലിലുദയമാവുന്നു. തിമിര നിരയിൽ ഇന്നാഗോളം പ്രണവനയനമാവുന്നു. ശാപഗോപുരങ്ങൾ ചായും ദേവവീഥിയിലുന്നു. പാഴിരുൾക്കുടങ്ങൾ വീഴും പ്രാണവായു വീശുന്നു. ബ്രഹ്മനാദം നാദം നാദം ബ്രഹ്മരൂപം രൂപം അരുണകിരണ ദീപം പാവക്കടലിലുദയമാവുന്നു. തിമിര നിരയിൽ ഇന്നാഗോളം പ്രണവനയനമാവുന്നു. കരുണയിലൊരു കടലിഴുകടലായി കലിയൊഴിഞ്ഞു തെളിയുകയായി. പൊരുളിനും ഒരു പൊരുൾ പല തിരിയായി അരുൾ ചൊരിഞ്ഞു പുലരുകയായി. ഹൃദയഗർഭനാദം കേൾക്കുന്നു, ഹൃദയപത്മഗന്ധം വീശുന്നു. അരുണകിരണ ദീപം പാവക്കടലിലുദയമാവുന്നു. തിമിര നിരയിൽ ഇന്നാഗോളം പ്രണവനയനമാവുന്നു. ശാപഗോപുരങ്ങൾ ചായും ദേവവീഥി നീളുന്നു. പാഴിരുൾക്കുടങ്ങൾ വീഴും പ്രാണവായു വീശുന്നു. ബ്രഹ്മനാദം നാദം നാദം ബ്രഹ്മരൂപം രൂപം അരുണകിരണ ദീപം പാവക്കടലിലുദയമാവുന്നു. തിമിര നിരയിൽ ഇന്നാഗോളം പ്രണവനയനമാവുന്നു. രഘുരാമ, രഘുരാമ. കാഴ്ചയുടെ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് ഇതിനു മുമ്പും പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഈ കൺകാണിത്തറയുടെ കഠിന പരീക്ഷ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ഊഴം നിന്റേതാകുന്നു. കൺകാണിത്തറയിൽ നീ അറിയുന്ന ഒരാളെ കയറ്റി നിർത്തും. ശബ്ദം കൊണ്ടോ ഗന്ധം കൊണ്ടോ സ്പർശം കൊണ്ടോ അറിയാതെ കണ്ണുകൊണ്ട് കണ്ട് അതാരാണെന്ന് പറയണം. അത് സത്യമായാൽ നീ സത്യമാണ്. ഞങ്ങൾ അംഗീകരിക്കും. നാദമണി 3 മുട്ടുന്നതിന് മുമ്പ് അത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് നീ വെറും ഒരു അവിശ്വാസി. എന്റെ മുന്നിൽ ഒരു മതിലാണ്. അതിന്റെ മറവ് കൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. മറവ എന്താണത്? കാഴ്ചയുള്ളവരുടെ ലോകത്ത് മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഈശ്വരനെ മറയ്ക്കുന്നത് പോലെ കാഴ്ചയില്ലാത്ത നിങ്ങളുടെ ലോകത്ത് ഈ മതിൽക്കെട്ട് സത്യത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നു. സേനാധിപ, ഇല്ലാത്ത മറവിനെ കുറിച്ച് പറയുന്ന ഇവന്റെ നാവ് പിഴുതെറിയൂ. വിജയന്ത മഹാരാജാവേ, കാഴ്ച എന്തെന്നറിയാത്ത അങ്ങയോട് മതിലിന്റെ മറവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം?
കാഴ്ചയുടെ മഹത്വം പാടി പണ്ട് ഈ താഴ്വരയിലെത്തിയ മഹാത്മാക്കൾക്ക് അന്ധരായ നിങ്ങൾ നൽകിയ ശിക്ഷ എനിക്കും തന്നുള്ളൂ. പക്ഷേ ഒന്നുണ്ട്, ത്യാഗത്തിന്റെ കയ്പ് നീർ കുടിച്ച് പൗർണമി വ്രതം നോറ്റ് കണ്ണു തുറക്കാൻ കാത്തുകിടക്കുന്ന ഒരു തലമുറയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവരൊന്ന് ഉണരട്ടെ. ഉണർന്നെഴുന്നേറ്റ് അവർ ഈ താഴ്വരയിലെ ഗോത്രങ്ങളുടെ മതിൽക്കെട്ടുകൾ ഇടിച്ചു നിരത്തും. കൊട്ടാരത്തിലേക്ക് ഇരമ്പി വരുന്നു. പുറത്ത് കേൾക്കുന്നത് കാഴ്ച കിട്ടിയ ഒരു പുതിയ തലമുറയുടെ ആരവമാണ്. ആ കൊടുങ്കാറ്റിന്റെ കരുത്തിൽ തലമുറകളായി ആവർത്തിച്ചു വന്ന പഴയ വിശ്വാസങ്ങൾ തകിടം മറിയും. വിജയേന്ദ്ര മഹാരാജാവേ, ഞങ്ങളുടെ രഘുരാമനെ വിട്ടുതരൂ. അങ്ങയുടെ പടയാളികളുടെ ആയുധങ്ങളും കൊട്ടാരത്തിന്റെ കവാടങ്ങളും അവരുടെ കാഴ്ചയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും. മഹാരാജാവേ, ഇനിയെങ്കിലും അങ്ങ് വിശ്വസിക്കൂ. അങ്ങ് അനുവദിച്ചാൽ ഞാൻ അവരെ തടഞ്ഞു നിർത്താം. കാഴ്ചയുടെ മഹത്വം ഞാൻ അങ്ങേക്ക് തെളിയിച്ചു തരാം. മന്ത്രി മുഖ്യ, വിലങ്ങഴിച്ചവനെ കവാടത്തിലെത്തിക്കൂ. ഞാനാണ് രഘുരാമൻ, ഞാനാണ് രഘുരാമൻ, ഞാനാണ് രഘുരാമൻ. നിങ്ങളുടെ കണ്ണുകളിൽ വെളിച്ചമെത്തിക്കാൻ ഈശ്വരൻ നിയോഗിച്ചവൻ. അങ്ങേ പീഡിപ്പിച്ച രാജാവിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ. നിൽക്കൂ. രാജാവും നിങ്ങളെപ്പോലെ നിരപരാധിയാണ്. കാലാകാലങ്ങളിലായി ആവർത്തിച്ചു വന്ന തെറ്റുകളിലൂടെ സ്വയം തിരിച്ചറിവ് നഷ്ടപ്പെട്ടുപോയ ജനതയുടെ രാജാവ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ അറിവിന്റെ വെളിച്ചം നിങ്ങൾ തന്നെ നിറയ്ക്കണം. അരുത്, അടുക്കരുത്. അന്ധതയുടെ മറവിൽ ദുഷ്ടനായി ഈ രാജാവ് ദുർഭരണം നടത്തുകയാണ്. നീ തന്ന കണ്ണുകളിലൂടെ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മാറ, ഞങ്ങൾക്ക് വേണ്ടത് ഈ രാജാവിന്റെ രക്തമാണ്. ഈ കൊലവരി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച തന്ന എന്റെ ഈ കണ്ണുകൾ ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിങ്ങളും ഞാനും ഈ രാജാവുമെല്ലാം യുഗയുഗാന്തരങ്ങളായി ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട മാനവരാശിയുടെ പ്രതീകങ്ങൾ മാത്രമാണ്. പുറത്തു കടന്നവർ കാത്തു നിൽക്കുന്നു. പോകുന്നില്ലേ? ഇലാമ പഴങ്ങൾ ആരാധനാദോഷങ്ങളാണ്. ഈ ലോകം അന്ധമാണ്. ദൈവമേ, എനിക്കാരെയും കൊല്ലണ്ട. എനിക്കാരോടും പകയില്ല. എനിക്ക് അവരെ തടയണം. ഇത് ഗുരുകാരുണ്യമാണ്. ഇനി അവനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. നേരം പുലരുന്നതിന് മുമ്പ് ക്യാമ്പിലെത്തണം.
പോകൂ,